പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സമയത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവ് നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തന്നെയല്ല, ദൈവവചന പഠനം തന്നെ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ സമയം, ഇന്നലെ ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായി, എന്നാലും ഇന്ന് അതുണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ഡിവൈസിലോട്ട് മാറി ചെയ്തോളാം. എങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ഒന്ന് പറഞ്ഞാൽ മതി. യാ, ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മള് ഈ ദൈവവചനം പഠിക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായ പഠനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇതിന്റെ കൂട്ടത്തിൽ ചില ദുരുപദേശങ്ങളെ കുറിച്ചും കൂടെ പറയേണ്ടി വരുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എന്നെ പഠിപ്പിച്ച പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചതൊക്കെ, നമ്മൾ തിയോളജി ഒക്കെ പഠിച്ചു, അത് വേറെ കാര്യം, അത് പിന്നല്ലേ. തിയോളജി ഒക്കെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അപ്പച്ചന്മാർ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് തിയോളജി പഠിച്ചിട്ടും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാര്യം അതുപോലെ അരക്കിട്ടുറപ്പിക്കുന്നതായ ദൈവവചനം അവരെ സംബന്ധിച്ചിടത്തോളം അവര് പഠിപ്പിച്ചത് ജീവനായി പരിണമിച്ചു എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചു. ഇന്ന് പലപ്പോഴും ഒത്തിരി പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ചിലതൊക്കെ ഭയങ്കര നോളജബിൾ ആയിരിക്കും. പല രീതിയിലാണ് ഇന്ന് പ്രസംഗങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. 3 പേര് പ്രസംഗിക്കാനായിട്ട് ഒരു സ്റ്റേജിൽ വന്നു. ആദ്യത്തെ ആള് ഭയങ്കര ബഹളം ഉണ്ടാക്കി, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡ് വരെ ഓടി ബഹളം ഉണ്ടാക്കി, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഭയങ്കര ശക്തിയോടെ എന്താ പുള്ളി പ്രസംഗിച്ചെന്ന് നമുക്കും മനസ്സിലായില്ല, പുള്ളിക്കും മനസ്സിലായില്ല, ഒന്നുമില്ല. എന്നാലും ഭയങ്കര ശക്തിയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു, ഓ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ. ഭയങ്കര, അത്രേ ഉള്ളൂ. എന്താ പ്രസംഗിച്ചെന്ന് ചോദിക്കരുത്. എന്റെ സിസ്റ്ററിലോ ഉണ്ട്, അവള് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അവള് ചിലപ്പോൾ പറയും, ഈ ഓരോരുത്തർ വന്നങ്ങോട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരെ ഞാനിരുന്ന് കരച്ചില്ല സഭായോഗത്തിനെ. പക്ഷെ ഉച്ചയ്ക്ക് ചെന്ന് ചോറ് വിളമ്പുമ്പോൾ ഞാൻ ആലോചിക്കും, എന്തോ പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ കരഞ്ഞത്. അതിനു മുമ്പേ തന്നെ അത് മിക്കവാറും മറന്നു പോകും. അപ്പം അവിടെ അകത്ത് ഭയങ്കര കരച്ചിലൊക്കെ ആണെങ്കിലും പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രസംഗിച്ചതെന്ന് പോലും ഉള്ളത് മറന്നു പോകുന്ന സ്റ്റേജ്. ഇതുപോലെയുള്ള ചില പ്രസംഗകരുണ്ട്, ഭയങ്കര കത്തല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് പലപ്പോഴും, അപ്പം ഇവര് പറയുന്നത് മിക്കപ്പോഴും അവരുടെ കാര്യങ്ങൾ. അതാ അതിനകത്തെ മറ്റൊരു വലിയ തമാശ. മോസ്റ്റ് ഓഫ് ദ ടൈം ഞാനിപ്പോ ആഫ്രിക്കയിൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. ഒത്തിരി പ്രോഫറ്റ്സ് ഉണ്ട് അവിടെ. ഒത്തിരി, എല്ലാരും പ്രോഫറ്റ്സാണ്. എന്താ പറഞ്ഞാൽ പ്രോഫറ്റ്സിന്റെ ചർച്ചാണല്ല. അപ്പം അത് പ്രോഫറ്റ് എന്നുള്ള പേരിലുമാണ്. പ്രോഫസി എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ, അത് വെച്ചെല്ലാം പ്രോഫറ്റ് നമ്മൾ വിളിക്കണം, ദ പ്രോഫറ്റ് എന്നൊക്കെയാ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രോഫറ്റ്, ചീഫ് പ്രോഫറ്റ്, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പം ഇവര് ബാക്കിയുള്ളവര്, ഞാൻ കെനിയായി ചെന്നപ്പോഴത്തേക്ക് ഞാൻ പോയ ചർച്ചില്, അപ്പൊ അതിന്റെ ആ ചർച്ചിനല്ല, അവിടെ ജംഗ്ഷനിൽ ഞാനൊരു വലിയൊരു പോസ്റ്റർ കണ്ടു, ദ മൈറ്റി പ്രോഫറ്റ്. ഒരാൾ ഇങ്ങനെ കൈയൊക്കെ പൊക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു പടമാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്, വൈറ്റ് കോട്ടും വൈറ്റ് സൂട്ടും. ദ മൈറ്റി പ്രോഫറ്റ് എന്ന് അതിന്റെ താഴെ ചെറുതായിട്ട് ഓഫ് ദ ലോർഡ് ഇൻ ദ ടൗൺ. അപ്പൊ വായിക്കുന്നവരാകപ്പാടെ വായിക്കുന്നത് ദ മൈറ്റി പ്രോഫറ്റ് ഇൻ ദ ടൗൺ എന്നുള്ളൂ. ഓഫ് ദ ലോർഡ് എന്നുള്ളത് ഇല്ല, ശരിക്കും കാണാൻ തന്നെ പറ്റത്തില്ല. അപ്പൊ ഇവിടെ തന്നെയാണ് പലപ്പോഴും ഇവര് പ്രൊജക്ട് ചെയ്യുന്നത്. ഇന്നത്തെ പ്രസംഗകരുടെ ഒരു പ്രശ്നമാണ്. നമ്മളൊക്കെ ആലോചിക്കണം, നോൺ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് ഇതെല്ലാം നടക്കുന്നതെന്ന് പറയാനാണ് ഞാൻ വന്നത്. കാര്യം വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് പ്രായോഗികമായി ചില കാര്യങ്ങൾ, നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ ഇനിയെങ്കിലും പറ്റാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ കുറെ ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇത് കൊറോണ കഴിഞ്ഞ ഇവരെല്ലാം പിന്നെയും വരും, അതിന് സംശയമൊന്നുമില്ല. അല്ലാതെ ഇവരാരും അങ്ങ് പോകത്തുന്നില്ല. കാര്യം ഇത് ഭയങ്കര വരുമാനമുള്ള കാര്യമല്ല, ഇത് കളയാൻ പറ്റത്തില്ല, ബിസിനസ് അല്ലേ. അപ്പം പിന്നെ അവര് നാളെ വരും. അപ്പം നാളെ വരുമ്പോഴെങ്കിലും ഇവന്മാരെ കേട്ടിടുന്നത്. അതിനാ ഞാൻ ഇങ്ങനെ പറയുന്നത്, ദ മൈറ്റി പ്രോഫറ്റ് ഓഫ് ദ ലോർഡ് ഇൻ ദ ടൗൺ. എന്നിട്ട് ആ പ്രോഫറ്റിന്റെ ചർച്ചിലെ ഒരു പാസ്റ്റർ ആയിരുന്നു
ആയിരുന്ന ഒരാളെ ഞാൻ കണ്ടു, ഒക്കേച്ച് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒക്കേച്ചിനോട് ചോദിച്ചു, നീ എന്താ പ്രോഫറ്റിന്റെ ചർച്ച വിട്ടിട്ട് പോന്നേ? ഉടനെ പറഞ്ഞു, ഞാൻ വിട്ടിട്ട് പോകുന്നതല്ല, എന്നെ പുറത്താക്കിയതാ. ഉടനെ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം എന്താ? അത് പ്രോഫറ്റ് ഇടുന്നത് പോലെ ഒരു സൂട്ട് തയ്പ്പിച്ച് ഞാനും ഇട്ടു. ആകെ ചെയ്ത തെറ്റതാ. പ്രോഫറ്റ് വൈറ്റ് ആൻഡ് വൈറ്റ് സൂട്ട് ഇടും. ഈ പാസ്റ്റർ എന്ത് ചെയ്തെന്നറിയാമോ? പാസ്റ്റർ ഒക്കേച്ച് അവിടുത്തെ തന്നെ കെനിയാക്കാരനാ. അയാൾ ആ ഒരു മോഹത്തിന് എന്ത് ചെയ്തു? പാസ്റ്ററുടെ സൂട്ട് പോലെ ഒരു സൂട്ട് തയ്പ്പിച്ചു. പ്രോഫറ്റ് ഇയാളെ പുറത്താക്കി. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അത്രയ്ക്ക് താരാരാധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സിനിമയിലൊന്നും അല്ല താരാരാധന, ഇവിടെയൊക്കെയാണ് നടക്കുന്നത്. ഒരു വല്ലാത്ത ഒരു കേസ് കെട്ടാണ്. അപ്പൊ ഈ പ്രോഫറ്റ്സ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വന്ന് പ്രസംഗിക്കുന്നത് മുഴുവൻ അവരെ കുറിച്ചാണ്, യേശുവിനെ കുറിച്ചല്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ നടക്കുന്ന കാര്യമാണ്. ആഫ്രിക്കയിലെ ക്രൂസൈഡിനൊക്കെ ഞാൻ ആദ്യമൊക്കെ എന്നെ ക്രൂസൈഡിനൊക്കെ പ്രസംഗിക്കാൻ വിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ അതങ്ങ് നിർത്തി. എനിക്ക് വലിയ ഗുണമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് നമ്മളെ കൂടെ ഇന്ത്യ എന്നൊരാളുണ്ടെന്നുള്ള ഒരു പേരിന് വേണ്ടി നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ചടിക്കാണ് ഇവര് നമ്മളെ വിളിക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രസംഗിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പം പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രോഫറ്റ് ആയിരിക്കും. അപ്പോ ഈ പ്രോഫറ്റും പ്രസംഗിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഞാന് 12 വർഷം മുമ്പ് ഡാറസ്സലാമിലെ ഒരു ക്രൂസൈഡിന് എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ മുഴുവൻ എന്റെ ഉൾപ്പെടെ ഫോട്ടോ ഉണ്ട്. പക്ഷെ എന്റെ ഫോട്ടോ അല്ല, വലിയ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഈ മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ, ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് മീറ്റിംഗ്. ഞാൻ അവിടെ ചെന്നപ്പോൾ 12 മണി മുതൽ 5:30 വരെ പാട്ടാ. അതിനുവേണ്ടി അവര് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പാട്ട് ഗ്രൂപ്പിനെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കാശ് കൊടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ 5:30 മണിക്കൂർ പാട്ട് കഴിഞ്ഞ് 1 മണിക്കൂറാണ് ദൈവവചനം കേൾക്കാൻ. അത് അവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ സൂപ്രണ്ട് വന്നിട്ടുണ്ട്. പുള്ളി ഇനോഗ്രേറ്റ് ചെയ്തു. പുള്ളി ഒരു 15 മിനിറ്റ് ഇനോഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാന് 15 മിനിറ്റ് പ്രസംഗിക്കണം. പിന്നെ 1/2 മണിക്കൂർ ബാക്കിയാണ്. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ, ഞാൻ സുവിശേഷമൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പുറകിൽ നിന്ന് ആള് വന്ന് നിൽക്കാൻ തുടങ്ങി. കാര്യം അതൊന്നും അവൾക്ക് വേണ്ട. അപ്പൊ 10,000 പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ മൈറ്റി പ്രോഫറ്റ് വരാൻ തുടങ്ങി. മറ്റേ പുള്ളിയല്ല, ഇത് ടാൻസാനിയയിലാണ്, ഇത് കെനിയയിലാണ് മറ്റേ മൈറ്റി പ്രോഫറ്റ് എന്ന് പറഞ്ഞ്. ഇങ്ങേര് വന്ന് ഇതുപോലെ അലച്ചു കൂവി വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ യേശു എന്നൊരു വാക്കുപോലും പറഞ്ഞില്ല. അതിന്റെ രത്നച്ചുരുക്കം ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, 3 months back I was in Kenya. ഞാനൊരു ഉദാഹരണം അങ്ങ് പറയുക, നമുക്കറിയാവുന്ന കുറച്ച് നാടൊക്കെ അങ്ങ് പറയുക കാര്യം. 3 months back I was in Kenya and I was praying and many people came forward, all were healed. And 2 months back I was in Uganda and many people came and I was laying my hands upon them, even blind people got healed. And last month I was in South Africa and many people came forward. I was praying for them, all were healed. 2 weeks back I was in Zambia and many people came forward and all were healed. Now all those who are sick, come forward. All those who are sick, come forward. All those who are sick, come forward. യേശു എന്ന് പറഞ്ഞൊരു വാക്ക് അങ്ങേര് പറഞ്ഞില്ല. ഞാൻ അതിശയോക്തി ഒന്നും പറയല്ല. He didn't say the word Jesus. അയാൾ എവിടൊക്കെ പോയി, അയാള് പ്രാർത്ഥിച്ച് എത്ര പേര് സൗഖ്യമായി, ഈ വക കാര്യങ്ങൾ ഒഴികെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല അങ്ങേര്. ഒടുവില് രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ, മലയാളത്തിൽ പറഞ്ഞാൽ all those who are sick come forward. All those who are sick come forward. കുറെ എണ്ണം മുന്നേ വന്നു. അവർക്ക് വേണ്ടിയൊക്കെ അങ്ങേര് പ്രാർത്ഥിച്ചു. മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാവരും തിരിച്ചുപോയി. ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ചർച്ചിന്റെ എൽഡേഴ്സിന്റെ ഒരു മീറ്റിങ്ങില് ഞാനിവിടെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്റെ ക്ലാസ് അവർക്ക് വേണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ എന്നെ അവരെ ഒഴിവാക്കി, ഞാൻ അവരെ ഒഴിവാക്കി. കാര്യം പ്രോഫറ്റിന് പറ്റുന്ന രീതിയിലല്ലല്ലോ നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ വിളിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ എന്നെ വിളിക്കത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പം ഞാൻ ഇവരോട് സ്നേഹപൂർവ്വം ചോദിച്ചു, ഈ മീറ്റിങ്ങിന് വേണ്ടി എത്ര രൂപ നിങ്ങൾ ചെലവാക്കി? ഇത് 12 വർഷം മുമ്പാണ്.
അപ്പൊ അവര് പറഞ്ഞു ഒരു ദിവസത്തെ മീറ്റിംഗ് ആണ്, 8 ലക്ഷം രൂപ. എന്തെങ്കിലും ദിവസത്തെ മീറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇസ്ലാം ബേസിക്കലി ഒരു ഇസ്ലാമിക് ഒരു ഡോമിനേറ്റഡ് ഏറിയയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ ഇത്ര പേര് വന്നത്? അപ്പം പറഞ്ഞു എല്ലാ സഭകളിലും വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. സഭായോഗം കഴിയുമ്പോൾ വണ്ടിയെ കൊണ്ടുപോകും, രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വണ്ടിയിൽ അവരുടെ വീടുകളിൽ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ക്രൂസൈഡിന് വന്നതെല്ലാം വിശ്വാസികൾ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പേര് രക്ഷിക്കപ്പെട്ടു? അപ്പൊ അവർ പറഞ്ഞു 248 പേര്. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെ അറിയാം? അത് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്, ടിക്ക്. പണ്ടൊക്കെ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തൊരു പാടായിരുന്നു അറിയാമോ? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ മുടിയുടെ നിങ്ങൾ നോക്കിയിരിപ്പുണ്ട് 1-to-1 എന്താണ് ഡിസൈപ്പിൾഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ പ്രാർത്ഥിച്ച് അവർക്ക് അവരുടെ ബൈബിളും കൊടുത്ത് അടുത്ത സഭയുമായി ബന്ധിപ്പിക്കും. അങ്ങനെ ആയിരുന്നു ഡി എൻ മൂഡിയുടെ കാലത്തെ രക്ഷിക്കപ്പെടൽ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും ആൾക്കാർ അങ്ങനെ ഈസി അല്ല. അപ്പൊ ആൾക്കാർ പറയും ബ്രദറെ അങ്ങനെയൊക്കെ ആരാ വരുന്നത്? അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ? എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും പ്രസംഗിക്കുന്ന ആളുകൾ, അന്ന് കാനവച്ചനും കോശുവൈദ്യനും അവരൊക്കെയാണ് അന്നത്തെ കാലത്തെ പ്രസംഗകർ. ഇവരൊക്കെ ആളുകളെ എഴുന്നേൽപ്പിച്ച് നിർത്തി മുന്നോട്ട് വിളിച്ച് ഓരോരുത്തരോടും സംസാരിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് രക്ഷിക്കപ്പെട്ടത്. പിന്നെ അതിനൊക്കെ ആളെ കിട്ടാതെ വന്നപ്പോഴത്തേക്ക് നമ്മള് അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ, അത്രയും മതി. മുന്നോട്ട് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്നില്ലെങ്കിലും പിന്നെ അതാത് സ്ഥലങ്ങളിൽ പിന്നെ പറഞ്ഞു നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. അപ്പൊ തലചൊറിയാനാണോ എന്തോ ആണെന്ന് അറിയത്തില്ല, കൈ ഒന്ന് പൊക്കിയാൽ നിങ്ങളുടെ കരങ്ങളെ കർത്താവ് കാണും. പിന്നെ വന്ന് ആരും പൊക്കിയില്ലെങ്കിലും നിങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഇന്ന് കർത്താവ് നിങ്ങളുടെ കരങ്ങളെ കാണുന്നുണ്ട് എന്നൊക്കെ പറയാന്നു. പിന്നെ അതിനും ആളെ കിട്ടാതെ വന്ന ഇപ്പോഴത്തെ പരിപാടിയാണ്, ഒരു ഫോം അങ്ങ് കൊടുക്കും, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, ടിക്ക്. എന്തൊരു ഈസിയാ, ഒന്ന് ടിക്ക് ഇട്ടാൽ നേരെ സ്വർഗത്തിലുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ അറിയുന്ന 240? അപ്പം പറഞ്ഞ് ടിക്ക് ഇട്ടിട്ടുണ്ട്, 248 പേര് ടിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെല്ലാം വിശ്വാസികളാ, ആഫ്രിക്കൻസ് അല്ലേ, അവര് പാവങ്ങളാ. നീ യേശുവിനെ സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ടിക്ക് ഇടും, അല്ലാതെ പിന്നെന്തുവാ ഇല്ലെന്നുമല്ലോ ആരെങ്കിലും എഴുതുമോ? പണ്ടൊരു അപ്പച്ചന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചൊരു യോഗം നടത്തി, രക്ഷിക്കപ്പെടാൻ വിളിച്ചപ്പോഴത്തേക്ക് സഭയിലെ മൂപ്പന അപ്പച്ചൻ ആദ്യം ഒന്ന് കൈപോക്കി. ഉടനെ പാസ്റ്റർ ചോദിച്ചു എന്തിനാ അപ്പച്ച? അല്ല എന്റെ വീട്ടിൽ വെച്ചൊരു യോഗം നടത്തിയപ്പോ ഞാൻ എന്ത് രക്ഷിക്കപ്പെടേണ്ടത്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ പല ആളുകളുടെയും. അപ്പൊ അതുകൊണ്ട് ഇവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരങ്ങ് ടിക്കിടും. അപ്പൊ അങ്ങനെ ടിക്കിട്ടവരാണ് 248 പേര്. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞു ഓക്കെ എത്ര പേര് സഭയിൽ വന്നു? ഉടനെ പറഞ്ഞു 3 പേര്. ഞാൻ ചോദിച്ചു അവരെന്തിയേ? 2-3 ആഴ്ചയൊക്കെ വന്നു, പിന്നെ വന്നില്ല. കാര്യം അവിടെ വെച്ച് വയറ്റുവേദന സുഖമായി, ഇപ്പൊ പല്ലുവേദനയുണ്ട്, അതിന് വന്നതാ. കാര്യം വിളിച്ചത് മുഴുവൻ രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്നല്ലേ. അപ്പം നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഏകദേശം 20 ലക്ഷം രൂപ മുടക്കി ഒരു ദിവസത്തെ മീറ്റിംഗ് നടത്തി, ഫലത്തിൽ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെട്ടു വന്നില്ല. പലപ്പോഴും ക്രൂസൈഡുകളുടെ ഒക്കെ അനന്തരഫലം ഇതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവരുടെ മുസ്ലിങ്ങളുടെ കൂടാരമാണ് അവിടെ, നിങ്ങൾ സുവിശേഷം പറ, നിങ്ങൾ ചെറിയ ചെറിയ പരസ്യങ്ങൾ നടത്ത്, നിങ്ങൾ ട്രാക്ട് കൊടുക്ക്. ഈ 20 ലക്ഷം ഒന്നും വേണ്ട, 20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ആത്മാക്കളെ നേടാൻ പറ്റുമല്ലോ, രൂപ വേണ്ടല്ലോ. അതുകൊണ്ട് ഈ മെഗാ പരിപാടികൾ പലപ്പോഴും ഒരു ആത്മീക അഭിവൃദ്ധിക്ക് ഉതകുന്നതിനേക്കാൾ കൂടുതൽ
കുറെ ജാട കാണിക്കാമെന്നുള്ളതല്ല. അതാ ഇന്ന് സംഭവിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ക്രൂസൈഡൊക്കെ നടത്തുന്നത് ഒരു കാലഘട്ടത്തിലൊക്കെ പ്രയോജനമായിരുന്നു. പക്ഷെ ഇപ്പൊ ക്രൂസൈഡിനും വരുന്നതെല്ലാം വിശ്വാസികൾ. അതാ ഇന്നത്തെ പ്രശ്നം. ബെന്നിഹീൻ നിങ്ങളുടെ ബാംഗ്ലൂരിൽ വന്ന് പ്രസംഗിച്ചല്ലോ. എത്ര അവിശ്വാസികൾ വന്നു, എത്ര പേര് സഭയിൽ കൂടി. ബാംഗ്ലൂരിലെ സഭകളിൽ ബെന്നിഹീന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്ര പേര് എക്സ്ട്രാ വന്നു. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം. എത്ര കോടി 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 രൂപ മുടക്കി. ആ കർണാടകയിലെ ഗ്രാമങ്ങളിലൊക്കെ പോയി 4 ട്രാക്ട് കൊടുത്തായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗുണം ഉണ്ടാകത്തില്ലായിരുന്നു. ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഇവര് സുവിശേഷം പ്രസംഗിക്കും, അതുമില്ല. രോഗികളായവർ മുന്നോട്ട് വന്നാൽ, ഞാൻ വേദപുസ്തകം മുഴുവൻ അരിച്ചു പറക്കി നോക്കിയിട്ട് യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തു രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞ് രോഗികളെ വിളിച്ചിട്ടില്ല. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് സുവിശേഷം അറിയിക്കുന്നത് 3000 പേര് സ്നാനമേറ്റെങ്കിലും ഒരു 10,000 പേരെങ്കിലും വന്ന് കാണുമല്ലോ. അവന്റെ വാക്ക് കൈക്കൊണ്ടവരെല്ലാം സ്നാനമേറ്റുള്ളൂ. ഈ 10,000 പേരുടെ ഇടയ്ക്ക് രോഗികളില്ലായിരുന്നു. പക്ഷേ നിങ്ങളിൽ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. അപ്പൊ പ്രസംഗിച്ചത് എന്താണ്? മാനസാന്തരം, പാപമോചനം, സ്നാനമേറ്റ്. പത്രോസ് പ്രസംഗിച്ച ഒരിടത്തും രോഗികളെ മുന്നോട്ട് വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൂസൈഡുകളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ മിഷൻ ഫീൽഡുകളിൽ നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഞാന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടപ്പം ഞങ്ങളെ തന്നെ ഒരു മിഷൻ വിളിച്ചു, അച്ചായൻ ആ കൃപാവരമൊന്നും ഇല്ലാത്തതുകൊണ്ടില്ലേ ഇങ്ങനൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ മോനെ കൃപാവരം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, നമ്മൾ പ്രാർത്ഥിച്ച് ഇതിനേക്കാൾ വലിയ അത്ഭുതം മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ, TV കാണിക്കാൻ. എന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇന്റീരിയർ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേക മിഷനറിമാര് അവർ പ്രാർത്ഥിച്ച് അനേക രോഗികൾ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. അതൊക്കെ ഉണ്ട്. ഞാൻ ഇതിനൊന്നും എതിരല്ല. അപ്പം ഞാൻ കൃപാവരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇല്ലാത്തതിന്റെ കൊതിക്കറിവൊന്നുമല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷം എന്ന് പറയുന്നത് ഈ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. പാപമോചനം പ്രസംഗിച്ചില്ലെങ്കിൽ ബാക്കി എന്താ ഗുണം? ക്രിസ്തോസൻ തിരുമേനി പറഞ്ഞ ഒരു തമാശയുണ്ട്. 12,000 പേര് പോയ ഒരു ട്രെയിൻ ഒരിക്കൽ മറിഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുക. മറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണെങ്കിലും മറിഞ്ഞതിനടുത്ത് തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ കിടക്കാൻ സ്ഥലമൊന്നുമില്ല, വഴിയിലെല്ലാം വാർഡിലൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ രോഗികൾ, ഡോക്ടേഴ്സും സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ അവരും ഈ പറയുന്നത് പോലെ എല്ലാരെയും നോക്കി നിൽക്കാനൊന്നും നേരമില്ലല്ലോ. അപ്പൊ ആദ്യം ഒരു ഓർത്തോപീഡിക് സർജൻ വന്നു. അവൻ നോക്കിയപ്പോൾ ഒരു ബോഡി ഒരാളവിടെ കിടപ്പുണ്ട്. അതിന്റെ കാല് നോക്കിയപ്പോ കാല് ഒടിഞ്ഞിരിക്കുക. ഇവൻ പെട്ടെന്ന് കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് അങ്ങ് പോയി ഓർത്തോപീഡിക് സർജൻ. ബാക്കിയൊന്നും നോക്കിയില്ല. അടുത്ത ആൾ വന്നത് യൂറോളജിസ്റ്റാ. അയാൾ നോക്കിയപ്പോ മൂത്രം പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇയാളൊരു കത്തീഡ്രലൊക്കെ ഇട്ട്, കഥയാണ് കേട്ടോ, വെറും കഥയാണ്, കത്തീഡ്രൽ ഇട്ട് യൂറിനൊക്കെ പാസ് ചെയ്ത് അയാളങ്ങ് പോയി. അത് കഴിഞ്ഞ് വന്ന ഒരു ജനറൽ സർജനാ. സർജൻ വന്ന് നോക്കിയപ്പോൾ വയറ് കീറിയിരിക്കുക. അയാൾ വന്ന് സ്റ്റിച്ച് ഇട്ടു. എന്നിട്ട് അയാളങ്ങ് പോയി. ഇതൊന്നും നോക്കാൻ നേരമില്ല. അത് കഴിഞ്ഞപ്പോ കാർഡിയോളജിസ്റ്റ് വന്നപ്പോൾ ഇയാളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ തിരിച്ചു നോക്കിയപ്പോൾ ടിപ്പ് എന്ന് പറഞ്ഞ ഒന്ന് BP ചെയ്തു. അപ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പോയി. കാര്യം ബാക്കിയൊന്നും നോക്കാൻ നേരമില്ലല്ലോ. അടുത്ത ആള് കിടക്കുകയല്ലേ, 2000 എണ്ണം കിടക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് ന്യൂറോ സർജൻ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ബോഡിക്ക് തലയില്ലെന്ന്. അപ്പൊ തലയില്ലാത്ത ഒരു ബോഡിയാണ് ഇവർ ട്രീറ്റ് ചെയ്തത് മുഴുവൻ. ഇന്നത്തെ ക്രൂസൈഡുകാർ ഇതൊക്കെയാണ് ചെയ്യുന്നത്. തലയില്ല, നിന്റെ കടം മാറ്റുവാൻ യേശു വന്നിരിക്കുന്നു. നിന്റെ പല്ലുവേദന മാറ്റുവാൻ യേശു വന്നിരിക്കുന്നു. നിനക്ക് കാറ് തരാൻ യേശു വന്നിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ എങ്ങോട്ട് പോകും? നരകത്തിലോട്ട് പോകും. അല്ലാതെ എങ്ങോട്ടാ? എടാ, തലയുള്ളവന്റെ കാല് ശരിയാണ്. പക്ഷെ തലയില്ലാത്തവന്റെ കാല് ശരിയാക്കി കൊടുത്തിട്ട് എന്തെടുക്കാനാ? അത് ആദ്യം ഒന്ന് പറ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിപ്പോ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒരു രോഗി വന്ന് എന്റെ അടുത്ത് വന്നു പറയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ സുവിശേഷമൊക്കെ പറയും, അത് വേറെ കാര്യം. എന്നാലും കർത്താവ് മനസ്സലിവ് കാണിച്ചത് ഒന്നും നോക്കിയിട്ടൊന്നും അല്ലല്ലോ. സൗഖ്യമായി ആക്കിയിട്ട് പറയുന്നത്, പോവുക, ഇനി പാപം
ചെയ്യരുത്, അധികം തിന്മയായത് ഭവിപ്പാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. ഇത് അതുപോലും പറയത്തില്ലല്ലോ. കാര്യം പോപ്പുലാരിറ്റി കളയാൻ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവരെന്തുകൊണ്ടാണ് ഈ രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറയുന്നത്? കാര്യം അറിയാമോ? ഈ പ്രസംഗിക്കുന്നതിന് ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എഫക്റ്റ് ഉണ്ടാകണമെങ്കിൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണമല്ലോ. അപ്പൊ രോഗികളോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും കാര്യം ഇപ്പം ഒത്തിരി ഇവിടെ വന്നാലും രോഗികളാണല്ലോ. അപ്പം രോഗികളായവർ മുന്നോട്ട് വന്നാൽ ഒത്തിരി പേര് വരും. ഈ പാപികളായവർ മുന്നോട്ട് വന്നാട്ടെ, കള്ളുകൂടിയന്മാരൊക്കെ വന്ന് ഇങ്ങോട്ട് വന്ന് മുട്ടുകുത്ത്, വ്യഭിചാരികൾ ഈ വലത്തുവശത്തോട്ട് മാറിയിരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും? അപ്പൊ എന്റെ പ്രസംഗം എളിച്ചില്ലെന്ന് വരത്തില്ലേ? അപ്പൊ എന്റെ പ്രസംഗം എളിച്ചെന്ന് പറയാൻ ഏറ്റവും നല്ലത് എന്നാന്നറിയാമോ? രോഗികളെ വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. സൗഖ്യമായാലും സൗഖ്യമായില്ലേലും കുഴപ്പമില്ല. പിന്നെ ഇവർക്കൊക്കെ നല്ല ഗിമ്മിക്സ് ഒക്കെ അറിയാം. ഈ ടി വിയിലൊക്കെ പ്രസംഗിക്കുന്ന പാർട്ടികൾക്കൊക്കെ ചിലപ്പം ഒരാൾ എന്തുകൊണ്ട് വരുന്നു, ക്ലച്ചസും കൊണ്ട് വരുന്നു. ക്ലച്ചസും കൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ ബ്രദർ പറയും, എന്തോ പറയും, ക്ലച്ചസ് എടുത്ത് കളഞ്ഞാട്ടെ. അപ്പോഴത്തേക്ക് 2 പേര് വരും, ക്ലച്ചസ് കളയും. 4 പേര് വന്ന് ഇവനെ 2 സൈഡിൽ പിടിക്കും. ക്ലച്ചസ് കളഞ്ഞിട്ട് അവൻ തന്നെ നിൽക്കുകയല്ല, 4 പേര് വന്ന് പിടിക്കും. എന്നിട്ട് പറയും, ബ്രദർ നടന്നാട്ടെ, ഇപ്പോൾ ഈ ആൾ നടക്കാൻ പോകുകയാണ്. അവൻ ഒരു സ്റ്റെപ്പ് ഒത്തിപ്പത്തി, ഒരു സ്റ്റെപ്പ് വെക്കും, 2 സ്റ്റെപ്പ് വെക്കും. കരങ്ങളെ അടിച്ചാട്ടെ, ഈ സഹോദരനെ കർത്താവ് സൗഖ്യമാക്കിയത്, അദ്ദേഹം നടക്കുകയാണ്. ഇയാള് നേരത്തെ ക്ലച്ചസിന്റെ സഹായത്തോടു കൂടെ നടന്നു, ഇപ്പൊ 4 പേര് പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഈ പാവം തിരിച്ചു പോകുമ്പോ ഈ ക്ലച്ചസ് എടുത്തോണ്ടേ പോകത്തുള്ളൂ, അല്ലാതെ അവന് വീട്ടിൽ പോകാൻ പറ്റും? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എന്നിട്ട് പറയും, ഭയങ്കര അത്ഭുതമാ ബ്രദറെ, ഭയങ്കര അത്ഭുതം. ഇല്ലേ? എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? കർത്താവ് പറഞ്ഞു, നീ ഇത് ആരോടും പോയി പറയരുതെന്നൊക്കെയാ പറയുന്നത്. ഇനി പത്രോസും യോഹന്നാനും കൂടെ സൗഖ്യമാക്കി, മുടന്തനെ സൗഖ്യമാക്കി. അവനോട് പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്കുക. പക്ഷേ മോളിലോട്ട് കയറി, ദേവാലയത്തിൽ കയറി എല്ലാവരും പത്രോസിനെ യോഹന്നാനെ നോക്കിയപ്പം ഞങ്ങളെ എന്തിനാ നോക്കുന്നത്? അതാ അതിന്റെ പ്രശ്നം. നിങ്ങളെന്തോ ഈ ആസ് ഇഫ് ഇറ്റ് ഈസ് അവർ ഓൺ സ്ട്രെങ്ത് ആൻഡ് പയറ്റി, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ആണ് ഇത് സംഭവിച്ചത് എന്നത് പോലെ ഞങ്ങളെ നോക്കുന്നത് എന്ത്? അപ്പൊ ഒരാൾ സൗഖ്യമായാൽ അത് പ്രാർത്ഥിക്കുന്നവന്റെ ശക്തി കൊണ്ടുമല്ല, പ്രാർത്ഥിക്കുന്നവന്റെ ഭക്തി കൊണ്ടുമല്ല. ചിലപ്പോൾ പറയും, എന്നാലും ബ്രദറെ അവരൊക്കെ വിശുദ്ധരായി ജീവിക്കുന്നുള്ളൂ. അങ്ങനൊന്നും ഇല്ല. ദൈവത്തിന് ഈ മനുഷ്യനോട് കരുണ തോന്നി ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ തിങ്. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു മൈ ഫ്രണ്ട്സ്, ഒരു കാരണവശാലും ശുശ്രൂഷ ചെയ്യുന്നവന് അമിതമായ ഒരു ബഹുമാനവും സ്നേഹിക്കണം, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തിയവരെ ഓർക്കണം, അവരെ സ്നേഹിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സ്നേഹിക്കണം. അല്ലാതെ അവര് they are common people, ഇല്ലേ? നമ്മുടെയൊക്കെ ഈ ക്രൂസൈഡിലെ ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ TV പ്രോഗ്രാം നടത്തുന്ന, സ്പോൺസർ പ്രോഗ്രാം നടത്തുന്ന പാർട്ടികളൊക്കെ ചില ഒരു പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ. അവിടെ ഒരു പ്രവാചകനേ ഉള്ളൂ, അവിടെ 100 പ്രവാചകന്മാര് കാണും. അങ്ങനെ 100 പേര് വേണമല്ലോ, ഇയാൾ മാത്രം പ്രവാചകനായാൽ പോരാല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം വന്ന ഇവൻ അതിലെല്ലാം ഓടി നടന്ന് യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പറഞ്ഞതെല്ലാം കുറിച്ചാണ്. അതുകൊണ്ടെന്താ സംഭവിക്കുന്നത്? എല്ലാവരും പറഞ്ഞു, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ. രണ്ടാമത്തെ ആൾ വന്നിട്ട് അയാൾ ഒരു സ്ഥലത്ത് നിന്ന് വേദപുസ്തകമൊക്കെ തുറന്നിട്ട് ഒരു വാക്യമൊക്കെ വായിച്ചിട്ട് പറഞ്ഞു, അത് ഞാനിപ്പോൾ വായിച്ചത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ ആണ്, എന്നാൽ ഇത് NIV കാണുന്നത് ഈ രീതിയിലാണ്. പിന്നെ ഞാൻ അതിന്റെ എബ്രായ ഭാഷയിലെ കാര്യം നോക്കിയപ്പോൾ എബ്രായ ഭാഷയിൽ അങ്ങനെയാണ്, ലാറ്റിൻ വൾഗേറ്റിൽ ഇത് ഇങ്ങനെയാണ്, പിന്നെ ഇതിന്റെ അരാമിക് വേർഷനിൽ നമ്മൾ കാണുന്നത് വേറൊരു പദമാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് മനസ്സിലാകാത്ത കുറേയേറെ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം ആൾക്കാരെല്ലാം പറഞ്ഞു, ഓ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചിങ്, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചിങ്. ആദ്യത്തെ ആള് വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ, രണ്ടാമത്തെ ആള് വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചിങ്. എന്റെ പ്രീച്ചിങ് വലുതാണെന്ന് കാണിക്കാനല്ല ഞാൻ പ്രസംഗിക്കുന്നത്.
ഒന്നാമത്തെ കാര്യം, താഴെ ഇരിക്കുന്നവന് മനസ്സിലാകണം. നമ്മളെ ഒരു ചിന്ത, ആർക്കും മനസ്സിലായില്ലെങ്കിൽ അത് വലിയ പ്രസംഗമാണ്. അതുകൊണ്ടല്ലയോ ഗൂഗിൾ നോക്കി, നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ കാണും. എന്തോ കാണും? ഗൂഗിൾ എന്തുവാ? എടാ, ആർക്ക് വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന എന്ത് മണ്ടത്തരങ്ങളും എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടാ പറയുന്നത് എന്നൊക്കെ വലിയ പ്രസംഗങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല, ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഏലിയൻസ് ഇങ്ങനെ ഇറങ്ങി നടക്കും, അതിലേ നടക്കും, പെണ്ണുങ്ങൾ ഗർഭം ധരിക്കും, വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ചുമ്മാ വിളിച്ചു പറയും. ഗൂഗിളിലുണ്ടെന്ന്. ഗൂഗിൾ പ്രസംഗിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, ദൈവ വചനം പ്രസംഗിക്കാൻ. അത് ആദ്യം മനസ്സിലാക്കണം. അത് തന്നെയല്ല, അത് സാധാരണക്കാരന് മനസ്സിലാകണം. എന്റെ മുന്നേ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാത്തത് പ്രസംഗിക്കാനല്ല. ഞാൻ എൻ്റെ മിനിസ്ട്രിയിലെ ഫേസ് ചെയ്തിട്ടുള്ള ഒത്തിരി സ്ട്രഗിളുണ്ട്. ഞാനിവിടെ അത്യാവശ്യം കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് അപ്പോളജറ്റിക്സ് ഒക്കെ കളിച്ച് നടന്നതാണ് 10-12 വർഷം. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്നോട് നോർത്ത് ഇന്ത്യക്ക് പോകാൻ പറഞ്ഞത്. അവിടെ ചെന്ന് എന്തോ അപ്പോളജറ്റിക്സ് പറയാനാ. പാവങ്ങളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഇതുവെല്ലാം പറഞ്ഞിട്ട് കാര്യം, ഫിലോസഫി പറഞ്ഞതുകൊണ്ടോ അപ്പോളജറ്റിക്സ് പറഞ്ഞതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? അവർക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ഗോസ്പൽ പറയണം. ആഫ്രിക്കയിൽ ചെന്നപ്പോൾ അതിനേക്കാളും കഷ്ടം, വടക്കേ ഇന്ത്യയേക്കാൾ കഷ്ടം. അപ്പൊ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. യേശുവിനേക്കാളും വലിയ ജ്ഞാനമൊന്നും നമുക്കില്ലല്ലോ. പക്ഷെ യേശു പറഞ്ഞതൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. The Bible passages are very simple. Most of the passages you can understand even without interpretation. Interpretation വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. There are something that is difficult to understand for a common person. അങ്ങനെ ഉണ്ട്. But അതൊന്നും നമ്മൾ രക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളൊന്നുമല്ല. രക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. അത് സിമ്പിളായിട്ട് പഠിപ്പിക്കുകയും വേണം. മുന്നേ ഇരിക്കുന്നവന്റെ തലയ്ക്ക് മുകളിൽ കൂടെ പോകരുത്. പണ്ടൊരു PhD കഴിഞ്ഞ ഒരു പാസ്റ്റർ ഒരു ലോക്കൽ സാധാരണ എന്തോ ഗ്രാമത്തിലെ സഭയിലെ ഇൻ എ വില്ലേജ് ചർച്ച്, ഹി വാസ് അപ്പോയിന്റഡ് ആസ് എ പാസ്റ്റർ. ആൻഡ് യു നോ വാട്ട് ഹാപ്പൻ? റിസർച്ച് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ഇയാള് ഈ ഗ്രാമസഭയിൽ പോയി, ഗ്രാമത്തിലെ സഭയിൽ പോയി ക്ലാസ്സുകൾ എടുക്കുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പന്മാരെല്ലാം കൂടെ വന്നിട്ട് പാസ്റ്റർ എടുത്ത് പറഞ്ഞു, പാസ്റ്റർ, യു ആർ സെയിങ് ബിഗ് തിങ്സ്, ബട്ട് യു നോ ഓൾവേസ് ഇറ്റ് ഇസ് ഗോയിങ് ഓവർ ഹെഡ്. പറയുന്നൊക്കെ വലിയ വലിയ കാര്യം, പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോവുക. അങ്ങനെ പറഞ്ഞു, യു നോ ഐ എം എ PhD, ഐ കനോട്ട് കം ഡൗൺ. ഇഫ് ഇറ്റ് ഇസ് ഓവർ ഹെഡ്, യു റേസ് യുവർ ഹെഡ്. ഇത് തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്നെങ്കിൽ നിങ്ങൾ തല പൊക്കി പിടിക്കാം. ഉടനെ ഈ മൂപ്പന്മാർ പറഞ്ഞു, പാസ്റ്ററെ ശരിയാ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, ബട്ട് യു നോ വി ആർ വില്ലേജ് ലാഡ്സ്, ഹൗ ഫാർ വി ക്യാൻ റേസ് അവർ ഹെഡ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ എത്ര പൊക്കിയാലും എത്ര പൊങ്ങാനാ. പിന്നെ പാസ്റ്റർ ഒരു കാര്യം ഓർത്താൽ നല്ലതാ, പത്രോസിനെ ദൈവം കുഞ്ഞാട് പറഞ്ഞു, പത്രോസിനോട് ദൈവം പറഞ്ഞത് എന്റെ കുഞ്ഞാടുകളെ മേയിക്കാനല്ല, അല്ലാതെ ജിറാഫുകളെ മേയിക്കാനല്ല. നമ്മളെ ഒരു പ്രശ്നം ഇന്നിപ്പോ സാധാരണ പ്രസംഗങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ ജിറാഫിനെ മനസ്സിലാകത്തുള്ളൂ, ഈ സാധാരണ കുഞ്ഞാടുകൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പ്രിയമുള്ളവര്, നമ്മുടെ മെസ്സേജസ് ഒക്കെ അതിപ്പോ സുവിശേഷം പറയുമ്പോഴും ഉണ്ടല്ലോ, പ്രസംഗം മാത്രമല്ല. When we are sharing gospel with somebody else, you need to tell them in such a way that they will understand it. Otherwise, പറഞ്ഞു എന്നുള്ളൊരു മാനസിക സംതൃപ്തിക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. So that's the thing. So when Jesus was speaking to his disciples, he was always trying to make sure that they are understanding the things. But there are something that is beyond their understanding, and Jesus said, I have many more things to say, but it is very difficult for you to understand. You cannot bear it. So the Spirit of the Lord will come and he will lead you into all the truths. ഇനിയും നിങ്ങളോട് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, he is dealing not only with intelligent and wise people, he is dealing with simple people. അത് വേദപുസ്തകത്തിൽ ഒരു വലിയൊരു തത്വമാണ്. ദൈവം എപ്പോഴും he is so compassionate towards the simple people, not very intelligent people and things like that. So Holy Spiritന്റെ ഒരു പ്രത്യേകത, എത്ര സിമ്പിൾ ആയിട്ടുള്ള ആളുകളെയും അത് ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലും ദൈവ വചനം
ദൈവവചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സിലാക്കി തരേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ആയിരിക്കേണ്ടത് അനിവാര്യമാണ്. അവർ സെക്കൻഡ് പ്രീച്ചർ വന്നപ്പോൾ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ. മൂന്നാമത്തെ പ്രീച്ചറും വന്ന് പ്രസംഗിച്ചിരുന്നപ്പോൾ ആളുകൾ തുടങ്ങി, വാട്ട് പ്രീച്ചർ, വാട്ട് എ വണ്ടർഫുൾ ജീസസ്. ആദ്യത്തെ പ്രീച്ചർ വന്നപ്പോൾ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചറായിരുന്നു. രണ്ടാമത് വാട്ട് എ വണ്ടർഫുൾ. മൂന്നാമത് പറഞ്ഞു, ഓ എത്ര മഹാനായ യേശു. കാര്യം പ്രസംഗത്തിലൂടെ നമ്മൾ കൊടുക്കുന്നത് യേശുവിനെ ആകാം, പ്രീച്ചറെ ആയിരിക്കരുത്, എന്റെ നോളജ് ആകരുത്. കൃത്യത യേശുവിനെ കൊടുക്കുക. ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കേണ്ടത് യേശുവിനെയാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുകയാണ്. അവൾക്ക് ഭൗമികമായി യാതൊന്നും കർത്താവ് കൊടുത്തില്ല. എങ്കിലും കർത്താവ് പറയാണ്, ഞാൻ 3.5 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് യേശു പറയാണ്, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഭൂമിയിലൊന്നും തന്നിട്ടല്ല പോകുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എന്നിട്ട് എന്താ പറയുന്നത്? ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നോക്കുക, എന്റെ പിതാവിന്റെ ഭവനത്തിൽ കർത്താവ് പറയുന്ന കാര്യം എന്താണ്? 14-ാമത്തെ വാക്യത്തിൽ, 2-ാമത്തെ വാക്യം 14-ാം അധ്യായം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഞാനൊന്നും തന്നിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഒന്നും തരാതിരിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾക്ക് തരാനുള്ളതുണ്ട്, അത് ഒരുക്കാൻ ഞാൻ പോകുകയാണ്. അതിവിടെയല്ല, എന്റെ പിതാവിന്റെ ഭവനത്തിലാണ്. അപ്പൊ ഒരു കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയുടെ റിവാർഡ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിൽ വല്ലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ കിട്ടും, ഇല്ലെന്നൊന്നുമല്ല. ശരിക്കും ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ റിവാർഡ് നമ്മൾ കാണേണ്ടത് പിതാവിന്റെ ഭവനത്തിനായിരിക്കണം. യേശു ഭൂമിയിൽ അവർക്കൊന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാപന ജംഗമ വസ്തുക്കൾ കൊടുത്തില്ല, കത്തീഡ്രലിൽ കൊടുത്തില്ല, TV പ്രോഗ്രാം കൊടുത്തില്ല, സ്പോൺസേഴ്സിനെ കൊടുത്തില്ല, ഒന്നുമില്ല. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഈ 14, 15, 16 അധ്യായങ്ങളൊക്കെ ദീസ് ആർ ചാപ്റ്റേഴ്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് ഞാൻ സാധാരണ അതിനൊരു പേര് കൊടുക്കാറുണ്ട്. ഇറ്റ്സ് എ ലോങ് മെസ്സേജ്. അതിന്റെ ഒരു ചെറിയ ഭാഗമേ ഞാൻ ഇവിടെ പറയുന്നത്. റിലേഷൻഷിപ്പാണ്. ആദ്യം തന്നെ പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് ദ സൺ. പിതാവിൽ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാഗാർപ്പണമാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുന്നതാണ് വിശ്വാസം. ദാറ്റ് ഈസ് ഫെയ്ത്ത്. യാഗത്തിന്റെ അർത്ഥം അതാണ്. ഒരു ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിച്ചാൽ ആട്ടിൻകുട്ടി യാഗാർപ്പണം നടക്കുന്നതിന് മുമ്പ് വരെ എന്റെ വകയാണെങ്കിൽ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് ദൈവത്തിന് യാഗം അർപ്പിച്ചോ ആ ദൈവത്തിന്റെ വകയാണ്. ആ ദൈവത്തിന്റെ വകയാണെങ്കിൽ പിന്നീട് ആ ആട്ടിൻകുട്ടിയെ എന്തും ചെയ്യാനുള്ള അവകാശം ദൈവത്തിനാണ്. ഇതുപോലെ ആട്ടിൻകുട്ടി ഒരു സിമ്പൽ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. എന്റെ പ്രതിനിധിയാണ് ആട്ടിൻകുട്ടി. ഞാൻ ദൈവത്തോട് പറയാണ്, ഞാൻ നിന്റെ വകയാണ്, നിനക്ക് എന്നെ എന്തും ചെയ്യാം. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പഠിപ്പിക്കുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. ദീസ് ആർ ബേസിക് തിങ്സ്. നമ്മൾ പറയുന്നത് വിശ്വാസം എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രൂസൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ നീ വിശ്വസിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്താ വിശ്വസിക്കുന്നത്? യേശുവിന് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുക, കർത്താവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവത്തിനെല്ലാം കഴിയുമെന്ന് വിശ്വസിക്കണം എന്ന് നമ്മൾ പറയുന്നു. ദൈവത്തിനെല്ലാം കഴിയുമെന്ന് വിശ്വസിക്കണം, സമ്മതിച്ചു. പക്ഷേ ദൈവത്തിനെല്ലാം കഴിയുമെന്ന് ഞാൻ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഇൻക്ലൂഡിങ് പിശാചിനും അറിയാം എന്താ ദൈവത്തിന് എല്ലാം കഴിയുമെന്ന്.
അപ്പൊ ദൈവത്തിനെല്ലാം കഴിയുമെന്ന് പറയുന്നത് മാത്രമല്ല വിശ്വാസം. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ബിലീവിങ് ഇൻ ദി എബിലിറ്റി ഓഫ് ഗാഡ്. ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്, അത് പറയാന് സമയമില്ല എങ്കിലും ഞാൻ പെട്ടെന്ന് പറയാണ്. മൂന്ന് എബ്രായ ബാലന്മാരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. 3 എബ്രായ ബാലന്മാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്, നെബൂഖദ്നേസർ രാജാവ് പറയാണ്, ഇപ്പോൾ കാഹളം ഊതുമ്പോൾ നിങ്ങൾ ഞാൻ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ നമസ്കരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ തീക്കകത്ത് എടുത്തെറിയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവം ആരാ? ഇവരുടെ ആൻസർ വലിയ രസമാണ്. രാജാവെ, ഇക്കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ലെന്ന്. There is no need to answer for it. അത് നിന്നോട് ഇത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും, അത് ഞങ്ങൾക്കറിയാം. അതിപ്പോ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അഥവാ വിടുവിച്ചില്ലെങ്കിലും, കഴിഞ്ഞില്ലെങ്കിലും എന്നല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ വിടുവിച്ചില്ലെങ്കിലും, അതായത് ഞങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും, പക്ഷെ വിടുവിക്കണോ വേണ്ടായോ എന്നുള്ളത് നീയല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ ദൈവം തീരുമാനിക്കും. ഇനി വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ ഞാൻ നമസ്കരിക്കത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതായത് ഇവർ പറഞ്ഞതിന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ ആരാധന വിഗ്രഹത്തിന് ഞങ്ങൾ തരത്തില്ല, വിടുവിച്ചില്ലെങ്കിലും തരത്തില്ല. തീക്കകത്ത് വീണാലും, ഇതിന്റെ തീക്കകത്ത് കരിഞ്ഞു പോയാലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല. ഞങ്ങളുടെ ദൈവത്തിന് കഴിയും, പക്ഷെ വിടുവിക്കണോ വേണ്ടായോ എന്നുള്ളത് ഞങ്ങളല്ല തീരുമാനിക്കുന്ന, ദൈവം. ഞങ്ങളുടെ ആരാധന വിടുതലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഇതാണ് അവിടെ പറയുന്ന കാര്യം. Our worship is not related to our redemption. ഞങ്ങളുടെ വിടുവിക്കപ്പെടുന്നു, വിടുതലുമായിട്ട് ബന്ധപ്പെടുന്നതല്ല ഞങ്ങളുടെ ആരാധന. ഞങ്ങളുടെ ആരാധന എന്താണെങ്കിലും അതിനെക്കുറിച്ച് നിന്നോട് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ പറയേണ്ട കാര്യമേ ഇല്ല. There is no need to answer. ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ശരിക്കും നമ്മുടെ മലയാള ഭാഷയല്ല, മലയാളം പറയുന്നവർക്കറിയാം, അങ്ങനെ ഒരു പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്നൊക്കെ നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, തല പോയാലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല, കത്തിക്കരിഞ്ഞാലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല. കാരണം ഞങ്ങൾ ജീവിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളുമല്ല, നീയുമല്ല, രാജാവ് പറയുകയാണ്. ഇറ്റ് ഈസ് അവർ ഗോഡ്. വി ബിലീവ് ഇൻ ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കഴിവിലുള്ള വിശ്വാസം മാത്രമല്ല, അതെല്ലാവർക്കും ഉണ്ട്, പിശാചിനും ഉണ്ട്. ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ളത്. Faith is not just believing in the ability of God, it is believing in the sovereignty of God. എന്റെ ആരാധന ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, വിടുതലുമായിട്ട് ബന്ധപ്പെട്ടല്ല. That's a very big issue. You need to know. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സോവറിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് നിനക്ക് തീർച്ചയായും കർത്താവ് ഇപ്പോൾ തന്നെ വിടുവിക്കും. കുറെ പേരെയൊക്കെ വിടുവിക്കും. അല്ലാത്തൊരു, ഞാൻ ഇന്ന് ഒരു ദൈവദാസനുമായിട്ട്, എൻ്റെ ഒരു ഡിസൈപ്പിളാ, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. there is a big issue. It is going to happen. What is going to happen? പല ആളുകളും, അദ്ദേഹം പറയായിരുന്നു, many people are calling him. വിശ്വാസികൾ എന്നറിയാമോ, അവർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയി തുടങ്ങി. ഫെയ്ത്തിന്റെ കൺഫ്യൂഷൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതുവരെ അവർ കേട്ട പ്രസംഗങ്ങൾ മുഴുവൻ വിടുവിക്കും എന്നുള്ളതാണ്. അങ്ങനെ വിടുവിക്കും എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച്, പക്ഷേ പല ആളുകൾ മരിക്കാൻ തുടങ്ങി, പല ആളുകളുടെ ജോലി പോയി. വിടുവിക്കുമെന്നല്ലാതെ നിത്യതയുടെ ദർശനത്തിൽ ആരെയും വളർത്തിയില്ലല്ലോ. ഇപ്പോൾ തന്നെ എന്നുള്ളതല്ലേ. ഇനിയിപ്പോ നോക്കിയോ, കാണാൻ പോകുന്ന പൂരം പറയേണ്ടെന്ന് പറഞ്ഞതുപോലെ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മൾ ഫേസ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കണം. കാര്യം വിശ്വാസികളിൽ തന്നെ അനേകരുടെ മനസ്സ് തകർന്നു പോകും. കാരണം
അവരല്ലാതെ ഒരു മെസ്സേജ് കേട്ടിട്ടില്ല, അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. അത് വലിയ ഇഷ്യൂ ആകാൻ പോകുകയാണ്. കാരണം ഈ മെഗാ പ്രീച്ചേഴ്സും പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സും ഈ മനുഷ്യരെ ഒരു മായിക ലോകത്തിൽ കൊണ്ടു നിർത്തിയിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകാൻ ഇവർക്ക് ശക്തിയില്ലാതായിപ്പോയി. ഒരു പ്രതിസന്ധിയെ നേരിടുവാൻ വിശ്വാസികൾക്ക് കഴിവില്ലാതായിപ്പോയി. അവരെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ എന്നാണ്. I'm not joking. This is a big issue we are going to face. ബാലൻസ്ഡ് ആയിട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ നിത്യതയുടെ ഒരു ദർശനം. നിത്യതയെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം ഇവർ പറയത്തില്ലല്ലോ, ഒരൊറ്റ അക്ഷരം. ഇപ്പോഴുള്ള കാര്യത്തെക്കുറിച്ചല്ലേ കംപ്ലീറ്റ് പറയുന്നത്. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് have faith in me, also in God and also in me. കാരണം എന്താ? ഇവിടെ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവനിൽ നമ്മൾ അവന്റെ സോവറിറ്റിയിൽ വിശ്വസിക്കണം. അവൻ എന്തും ചെയ്തോട്ടെ, അവൻ എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അവൻ എന്തും ചെയ്തോട്ടെ എന്ന് പറയാൻ കഴിയുന്നതാണ് ഫെയ്ത്ത്. അത് പറയാൻ നമ്മൾ ആരെയാ പഠിപ്പിച്ചിരിക്കുന്നത്? കർത്താവേ, നിന്റെ ഹിതം. എനിക്കിപ്പം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങൾ, പേഴ്സിക്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആളുകൾ എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ട്, രോഗം കൊണ്ട്. മിഷൻ ഫീൽഡിൽ നിന്ന് കേട്ടോ, അല്ലാതെ വേറെ കാര്യത്തിന് കൊല്ലാൻ വന്നൊന്നുമല്ല. മിഷൻ ഫീൽഡിൽ വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് നേരിട്ട് കൊല്ലാനായിട്ട് വന്നിട്ടുണ്ട്. തല്ലാനൊന്നുമല്ല, കൊല്ലാൻ. അതുകൂടാതെ പലപ്പോഴും മിഷൻ ഫീൽഡിൽ നിന്നുള്ള വളരെ മാരകമായ രോഗങ്ങളാൽ അഫക്റ്റഡ് ആയിട്ട് മരണം നേരിൽ കണ്ടിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. അത് എന്റെ വലിയ മഹിമ കൊണ്ടെന്ന് ഞാൻ പറയുന്നൊന്നുമല്ല. എല്ലാവർക്കും ഇതൊക്കെ റിയാലിറ്റിയാണ് കേട്ടോ. മരണഭീതി, എനിക്കും പേടിയൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് വെച്ച് പോലീസ് എന്നെ പിടിച്ചു, സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇന്ത്യ വെച്ചാണെങ്കിൽ പിന്നെ ആരെങ്കിലും നമുക്കൊന്ന് ഫോൺ ചെയ്യാമെന്ന് പറയാം, എന്തോ ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നേരം എനിക്ക് മനസ്സിലായി എനിക്കും പേടിയൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അല്ലാതെ നമുക്ക് എല്ലാം എങ്കിൽ പോരട്ടെ എന്ന് പറയുന്നത്. പക്ഷേ അവിടെയാണ് ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാതെ അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, അവിടെ തന്നെയല്ല ഈ രോഗത്തിന്റെ ഒക്കെ സന്ദർഭം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ, ലെറ്റ് മീ റിലീസ്ഡ് ഫ്രം ദിസ്. നിന്റെ ഹിതമെങ്കിൽ, ദൈവത്തിന്റെ സോവറിറ്റി. ഞാൻ മരിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം, മറ്റൊരു രാജ്യത്ത് കിടന്ന് മരിക്കണമെന്നാണോ ആഗ്രഹം? ആയിക്കോട്ടെ, അത്ര ഈസി ഒന്നും അല്ലത് പറയാൻ. പക്ഷെ അതാണ് ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്. കാരണം ദൈവം എന്തും ചെയ്തോട്ടെ എന്ന് പറയാൻ കഴിയുന്നതാണ് വിശ്വാസം. അത് പഠിപ്പിക്കാത്തത് കൊണ്ട് പ്രതീക്ഷിക്കുന്ന, ഇവര് പറയുന്ന രീതിയിലുള്ള പ്രതീക്ഷിക്കുന്ന നന്മ എന്നൊക്കെ പറയുമല്ലോ, അത് വന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പോകും. അതുണ്ടാകരുത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പറയാണ് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ദൈവം തന്നെയാണ് ഞാൻ എന്നുള്ള ആ തിരിച്ചറിവ്, അത് പലപ്പോഴും ആളുകൾക്ക് ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. ആ ദൈവം തന്നെയാണ്, അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു വിശ്വാസമുണ്ട്, എന്നാൽ നിങ്ങളുടെ ഈ രണ്ടാമത്തെ വാക്യം പറയുന്നത് എന്റെ പിതാവിന്റെ ഭവനത്തിൽ. അപ്പം നിങ്ങളുടെ ദൈവം എന്റെ പിതാവാണ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ ദൈവം എന്റെ പിതാവാണ്, അത് നിങ്ങൾ തിരിച്ചറിയണം. പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വന്നു, അത് നിങ്ങൾ അറിയണം. യു നീഡ് ടു നോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ജീസസ്. പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകും. അത് വലിയ വെളിപ്പാടാണ്, അത് റെവലേഷൻ ആണ്, അല്ലാതെ അതൊരു കൺക്ലൂഷൻ അല്ല. ബുദ്ധിയിൽ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിലപ്പം
ആയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ കർത്താവ് ഇവിടെ വന്ന് ദൈവത്തിന്റെ പുത്രനായിരിക്കും എന്ന് പറയുന്നതാണ് നമ്മുടെ വിശ്വാസമൊക്കെ പലപ്പോഴും. ഫെയ്ത്ത് എന്ന് പറയുന്നത് കൺക്ലൂഷൻ അല്ല, കൺവിക്ഷനാണ്. അത് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വർഗസ്ഥനായ എന്റെ പിതാവ് ആണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇത് വെളിപ്പാടാ, നോളജ് അല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് നോളജ് അല്ല, ഫെയ്ത്ത് എന്ന് പറയുന്നത് വെളിപ്പാടാണ്. അപ്പൊ ക്രിസ്ത്യൻ ഫെയ്ത്ത് തീർച്ചയായും വെളിപ്പാടാണ് നമ്മൾ മനസ്സിലാക്കണം. യേശുവും പിതാവും, യോഹന്നാന്റെ സുവിശേഷം 10-30 ഞാനും പിതാവും ഒന്നാകും. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ട്. ബാക്കിയുള്ളതൊക്കെ പലരും വിശ്വസിക്കും. But many people, it is a stumbling block for them because they do not believe that Jesus himself is God. But that's what God says. Jesus is God. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. ഇസ്ലാമിക് ആൾക്കാർക്കും എല്ലാം ഉള്ള പ്രശ്നം അതാണ്. Then how can you say that Jesus is God? ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് റെവലേഷനാണ്. ആ റെവലേഷൻ അനുസരിച്ച് ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലെന്നിരിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്നറിയാമോ? ബിക്കോസ് ഹി ഈസ് ഗോഡ്. യേശുവിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല, എനിക്കെന്നല്ല ഒരുത്തർക്കും ഇല്ല. ചിലപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ബ്രദറിന് തൃത്വം ഒന്ന് തെളിയിക്കാമോ ബ്രദറെ? തൃത്വമൊക്കെ തെളിയിക്കാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ? അത് ദൈവത്തിന്റെ കാര്യങ്ങളാണ്, അത് വെളിപ്പാടാണ്. എനിക്കറിയാവുന്ന ഒരു സത്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ജീസസ് ഈസ് ഗോഡ്, ഫാദർ ഈസ് ഗോഡ്, ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. അത്ര എനിക്കറിയാം. യേശു ദൈവമാണ്, പിതാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. മൂന്നെങ്ങനെയാ ബ്രദറെ ഒന്നാകുന്നത് എനിക്കറിയത്തില്ല. ഒന്നെങ്ങനെയാ ബ്രദറെ മൂന്നാകുന്നത് അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, എന്റെ യേശു ദൈവമാണ്, പിതാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അത്ര എനിക്കറിയാം. അത് ഫെയ്ത്താണ്. ഫെയ്ത്താണ്. ദൈവം ഉണ്ടെന്ന് പോലും നമ്മൾ എങ്ങനെയാ അറിയുന്നത്? ഫെയ്ത്താ. അല്ലാതെ എന്താ? എനിക്കറിയാം. ഇൻ മൈ സ്പിരിറ്റ്, ഇൻ മൈ ഹാർട്ട്, ഇൻ മൈ മൈൻഡ്, ഇൻ all my faculty, I know that Jesus is God. I know. അത് റെവലേഷൻ ആണ്. അല്ലാതെ പഠനത്തിൽ ഉണ്ടാകുന്ന കൺക്ലൂഷൻ അല്ല. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഒരു കൺക്ലൂഷനായിട്ട് അറിയുന്ന പലരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കൺക്ലൂഷനായിട്ട് അറിയുന്നവരാ പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ യേശുവിനോട് പ്രാർത്ഥിക്കരുത് കേട്ടോ, പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് മാത്രമായിരിക്കണം. യേശുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, അവര് തമ്മിൽ നല്ല ടേംസിൽ, അത് അവര് തമ്മിൽ തീർത്തോളൂന്നു. നിങ്ങളായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട, അവര് തമ്മിൽ നല്ല ടേംസിൽ, അത് അവര് തീർത്തോളൂ. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് യേശുവിനോട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് പിതാവ് എന്നെ തല്ലിയും പിടിക്കൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കൊന്നുമില്ല. യു സീ ദ ഡിഫറൻസ്? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, ഫെയ്ത്ത് ആണെന്ന്. യേശു പറയുകയാണ് യഹൂദന് ഒരു ദൈവത്തെ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ യേശു പറയുന്നു, എന്നിലും വിശ്വസിപ്പിൻ, എന്നിലും ആശ്രയിക്കുവിൻ, കാരണം ആ ദൈവം ഞാൻ തന്നെയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം ലൂക്കോസിന്റെ 18-ാം നമ്മൾ കാണുന്ന ഒരു നല്ല റിച്ച് റൂളർ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുന്നു, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാക്യങ്ങൾ വായിക്കുന്നില്ല, സമയമില്ല. കർത്താവ് ചോദിച്ചു, നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ത്? ദൈവമല്ലാതെ ഒരുത്തനും നല്ലവനില്ല എന്ന് നിനക്ക് അറിയത്തില്ലേ? അപ്പൊ മുസ്ലിങ്ങളും മറ്റുള്ളവരും ഒക്കെ പറയുന്നുണ്ട്, കണ്ടോ, കർത്താവ് തന്നെ പറഞ്ഞു ദൈവം അല്ലാതെ വേറെ ആരും നല്ലവനില്ല, നീ എന്താ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? അപ്പൊ യേശു ദൈവം അല്ലെന്നല്ല യേശു പറഞ്ഞത്. അല്ല, യേശു പറഞ്ഞത് ഞാൻ ദൈവമാണെന്നാണ് പറഞ്ഞത്. കാരണം ഇവനോട് പറയാണ്, നീ എന്നെ വിളിച്ചത് നല്ല ഗുരു, നിനക്കറിയാമല്ലോ നല്ലവൻ ആരേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ വിളിച്ചത്, അതോ ചുമ്മാ ഓശാരത്തിന് വിളിച്ചതാണോ? വിളിക്കുകയാണെങ്കിൽ ഒറിജിനലായിട്ട് അറിഞ്ഞുകൊണ്ട് വിളിക്കണം, ഞാൻ ദൈവമാണെന്ന്.
അവിടെ യേശു കൃത്യമായി പറയുന്നത് ദൈവം അല്ലെന്നല്ല, ഞാൻ ദൈവമാണെന്നാണ് പറയുന്നത്. ജീസസ് സേസ് ഐ ആം ഗോഡ്. നിനക്ക് ഒരു കാര്യം അറിയാം, ദൈവം അല്ലാതെ വേറെ ആരും നല്ലവനില്ല. ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ എന്നോട് ചോദിച്ചത്? അപ്പൊ യേശു ദൈവമാണ് എന്നുള്ളത് യേശു തന്നെ പറയുകയാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. ഞാൻ ഈ യഹോവ സാക്ഷികളോടൊക്കെ ഞാൻ ഈ വാദിക്കാനും തർക്കിക്കാനൊന്നും പോകുന്നില്ല. കാര്യം ഇവരെ ഒന്നും നന്നാക്കാൻ പറ്റത്തൊന്നുമില്ല. വളരെ പറഞ്ഞതുപോലെ വഴി തെറ്റിപ്പോയവരെ നമുക്ക് തിരിച്ചു വരുത്താം, തെറ്റായ വഴി തെരഞ്ഞെടുക്കുന്നവരെ തിരിച്ചു വരുത്താൻ പറ്റില്ല. ഈ ദുരുപദേശക്കാര് തെറ്റായ വഴി തെരഞ്ഞെടുത്തവരാണ്, അവനെ തിരിച്ചു വരുത്താൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പാവപ്പെട്ട തെറ്റിപ്പോയ ആളുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. തെറ്റിക്കുന്നവർക്കല്ല എഴുതുന്നത്, നിങ്ങൾക്കാണ് എഴുതുന്നത്. ഈ തെറ്റിക്കുന്നവരെ ശരിയാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയങ്ങളും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് വല്ലവരെയും തെറ്റിക്കണമെന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അവര് നമ്മളെ അടുത്ത് വാദിക്കാൻ വരുന്നതിനാ, ഇതിനകത്ത് സത്യം എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹത്തോടെ. ആർക്കാ ആഗ്രഹം? യുവമാർക്കൊന്നും സത്യം അറിയാനൊന്നും ആഗ്രഹമൊന്നുമില്ല. നിങ്ങളടുത്ത് ഈ വാദിക്കാൻ വരുന്നവരുണ്ട്. എന്നാൽ അവർ മുഖേന തെറ്റിപ്പോകുന്നവരെ ഓർത്തായി പറയുന്നതല്ല. പാവങ്ങൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ഇടയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യു നീഡ് ടു നോ ദാറ്റ് ജീസസ് ഈസ് ഗോഡ്. ഇടയ്ക്ക് ഞാൻ കയറി പറയുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ. ഞാൻ ലണ്ടനിൽ ഒരു പ്രാവശ്യം ഞാൻ വാസ് ടോക്കിംഗ് ടു യങ് ചിൽഡ്രൻ. ഒരു 11 വയസ്സുള്ള ഒരു ചെറുക്കൻ എൻ്റെ അടുത്ത്. കാര്യം ലണ്ടനിലെ ഒരു വലിയൊരു പ്രത്യേകത ഇപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ ഇസ്ലാമിക് ആൾക്കാരൊക്കെ അവരുടെ പിള്ളേരെ ചില കുടുക്ക് ചോദ്യങ്ങൾ പഠിപ്പിച്ചു വിട്ടിട്ട് നമ്മുടെ പിള്ളേരോട് ചോദിക്കും. എന്തിനാണെന്നറിയാമോ? കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ. അവർ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ റിലീജിയൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ പാവപ്പെട്ട നമ്മളെ പിള്ളേരെ നമ്മുടെ വീട്ടിൽ ഇതൊന്നും തൊട്ട് പഠിപ്പിക്കുന്നുമില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മളെ പിള്ളേരെയൊക്കെ നമ്മളെ ഫെയ്ത്ത് എന്താന്നുള്ളത് അവരെ ഒന്ന് പഠിപ്പിച്ചിട്ട് വേണം ഈ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞുവിടാൻ. കാരണം അവര് നേരിടുന്നതായ, ഇഫ് യു ഡോണ്ട് ടീച്ച് ദം, there are many other people who are ready to teach them the false doctrines. അപ്പൊ ഈ പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ആത്മാർത്ഥതയോടെ ഈ ചെറുക്കൻ ചോദിച്ചു, അങ്കിൾ, മോസസ് വാസ് ദ ലോ ഗിവർ, ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, so naturally Moses must be greater than Jesus, right? ചോദ്യം മനസ്സിലായല്ലോ. മോശയാണ് നിയമം കൊണ്ടുവന്നത്, ന്യായപ്രമാണം കൊണ്ടുവന്നത്. ലോ ഗിവർ, നിയമദാതാവ് മോശയാണ്, യേശു അല്ലല്ലോ. അപ്പൊ യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ? എന്താണെങ്കിലും 11 വയസ്സുള്ള ചെറുക്കൻ ആ ചോദ്യം ചോദിക്കത്തക്ക രീതിയിൽ ബുദ്ധിപരമായി അവൻ പഠിച്ചു വെച്ച ചോദ്യമൊന്നുമല്ല. കാരണം ഈ ചോദ്യം ഈ പാവപ്പെട്ട ചെറുക്കനെ വരയ്ക്കാനായിട്ട് മറ്റ് റിലീജിയനിലുള്ള ആളുകൾ മനഃപൂർവമായി ചോദിപ്പിച്ചപ്പോൾ അവരുടെ പിള്ളേരെ കൊണ്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഇതൊക്കെയാണ്. ഈ ചോദ്യം വന്ന് വീട്ടിൽ വന്ന് ചോദിച്ചാൽ മാതാപിതാക്കൾ എന്തോ ചെയ്യും? അതും പ്രശ്നമാണ്. കാര്യം അവരും പഠിച്ചിട്ടില്ല ഇത്. അപ്പൊ ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ, മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. വൈ? ഞാൻ പറഞ്ഞു, ഇഫ് ഹി ഈസ് ദ ലോ ഗിവർ, what should he speak? He should say, I say unto you. ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറയുന്നവന് മാത്രമേ ലോ കൊടുക്കാൻ പറ്റുള്ളൂ. കൽപ്പന കൊടുക്കുന്നവൻ വേറൊരാളുടെ പേര് പറയാൻ പറ്റത്തില്ല. So Moses was not the lawgiver, it is God. What Moses says, thus says the law. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പൊ lawgiver ആരാ? യഹോവ. It is God. Moses was bringing the law and giving it to the people, but he was not the lawgiver. എന്നിട്ട് ഞാൻ പറഞ്ഞു, but look at Jesus. You know what he says? I say unto you, ഞാനോ നിന്നോട് കൽപ്പിക്കുന്നത്.
You know why? Because Jesus is the lawgiver, and he can say like that because he is God. യേശു ദൈവമായതുകൊണ്ടാണ് അവന് ഞാനോ നിന്നോട് കൽപ്പിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നത്. So Moses was not the lawgiver, he was only the carrier of the law of God. But Jesus is not just a carrier of the law, but he is the lawgiver, and he says, I say unto you. Hallelujah. ഇതൊരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. Everyone who worship Jesus should know that he is God. അതാ ഈ അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യേശു പറയാണ്, ഐ എം ഗോഡ്, ഞാൻ ദൈവമാണ്, അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എൻ്റെ അടുത്ത് ഇടപെടാനായിട്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പൊ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ പോവുകയാണ്, പക്ഷെ ഞാൻ പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ അധ്യായം മൊത്തം വായിക്കുമ്പോൾ സമയം പരിമിതി കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ജീസസ് says, do not let your heart be broken. നിങ്ങളുടെ ഹൃദയം let not your heart be troubled. I am going, but I am going to prepare a home for you. And also, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കാര്യം എന്നറിയാമോ? When I am going, I am not going making you orphans. I will send the Holy Spirit to be with you forever. ഒന്ന്, ഞാൻ പിതാവിന്റെ ഭവനത്തിൽ പോയി, നിങ്ങൾ ഏതാണെങ്കിലും കുറച്ച് നാളുകളൊക്കെ ഇവിടെ ജീവിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനൊരു സ്ഥലം വേണ്ടേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിത്യതയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഭവനം ഒരുക്കുകയാണ്. ആ ഭവനത്തിന് വേണ്ടി നിങ്ങളെ ഒരുക്കാൻ പരിശുദ്ധാത്മാവിനെ തരും. അപ്പൊ യേശു എനിക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നു, പരിശുദ്ധാത്മാവ് ഭവനത്തിന് വേണ്ടി എന്നെ ഒരുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് എന്റെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുവാൻ കർത്താവ് തന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്കൊന്നും പേടിക്കണ്ട. സ്വർഗത്തിൽ എനിക്ക് യേശു ഉണ്ട്, ഭൂമിയിൽ എനിക്ക് പരിശുദ്ധാത്മാവുണ്ട്. പിന്നെ എന്നാ പേടിക്കാന്? സ്വർഗത്തിൽ എനിക്ക് യേശു ഉണ്ട്, ഭൂമിയിൽ എനിക്ക് പരിശുദ്ധാത്മാവുമുണ്ട്. അപ്പോൾ ആ പിതാവിന്റെ ഭവനം, that's what we need to know. ആ ഒരു ദർശനത്തിൽ ജീവിക്കുന്നവന് ഭൂമിയിലെ ട്രബിൾസ് ഒന്നും ഒരു വിഷയമായിരിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, നിത്യതയുടെ ദർശനത്തിലാണോ നമ്മൾ വിശ്വാസികൾ തന്നെ ജീവിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. കാര്യം നമ്മുടെ പിതാക്കന്മാരൊക്കെ എല്ലാം നിത്യതയുടെ ദർശനത്തിൽ ജീവിച്ചവരാണ്. അവരെല്ലാം നോക്കുന്നതും പറയുന്നതും എല്ലാം എപ്പോഴും അവർ പറയുന്നത്, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. They just wanted to be with the Lord. പക്ഷെ ഇന്നത്തെ പാട്ടുകളോ? ഇന്ന് പാട്ടുകൾ, നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നുവന്നു. നീ തന്നെ തിന്നുവന്ന പാട്ടിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ പാടുമ്പം വേറെ ആർക്കും കൊടുക്കത്തില്ല, നീ തന്നെ തിന്നുവെന്നൊക്കെ ആയിപ്പോകും. ഇവിടെ തിന്നുന്ന കാര്യമേ ഉള്ളൂ ഇന്ന് പാട്ടിനകത്ത്. നീ തിന്നും, നിനക്ക് അത് കിട്ടും, നിനക്ക് ഇത് കിട്ടും. സ്വർഗീയമായ ദർശനത്തിലാണ് നമ്മുടെ പിതാക്കന്മാര് ജീവിച്ചത്. അവരുടെ പാട്ടുകളൊക്കെ ആ രീതിയിലായിരുന്നു. അതായിരുന്നു അവരുടെ ആശ്വാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കൊച്ചു കുഞ്ഞു വയസ്സിലെ പാട്ടുകളൊക്കെ നമ്മൾ പാടുമ്പോഴേ എന്തൊരു ആശ്വാസമാണ്. അതെല്ലാം നിത്യതയുടെ ദർശനത്തിലുള്ള പാട്ടുകളാണ്. നിത്യയുടെ ദർശനം.
ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എൻ്റെ സുഹൃത്ത് പാസ്റ്റർ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം അതാണ്. നമ്മളെ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് എല്ലാം കൂടെ നമ്മളെ ആളുകളെ ഒരു വ്യാജ ലോകത്തിലേക്ക്, ഒരു മായിക ലോകത്തിലേക്ക് കൊണ്ടാക്കിയിട്ട് അവർ സുഖിച്ച് അവിടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ പാവപ്പെട്ടവരൊക്കെ അവന് കഷ്ടത വരുമ്പോഴും പ്രയാസം വരുമ്പോഴും, കാര്യം ഈ മിക്കവാറും ഉള്ള വലിയ വലിയ പാർട്ടികൾക്കെല്ലാം ഇഷ്ടം പോലെ ബിസിനസ്സും ഇഷ്ടം പോലെ കാര്യങ്ങളും, അവർക്ക് ഇവിടെ കോവിഡ് വന്നാലും എന്തോ വന്നാലും ജീവൻ ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ളതെല്ലാം അവർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ബുദ്ധിമാന്മാർ. കാര്യം മുകളിലോട്ട് പോകത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവിടെ ഉള്ളതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നിത്യതയുടെ ദർശനത്തിലൊന്നും അല്ലല്ലോ ഈ വലിയ മെഗാ പ്രീച്ചേഴ്സ് ഒക്കെ ജീവിച്ചതൊക്കെ. കാര്യം അവനില്ലാത്ത പ്രത്യാശ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റൂ. പക്ഷേ അനുഭവിക്കുന്നത് ആരാ? സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നേരിടുവാൻ തക്ക കരുത്തുള്ള വിശ്വാസികളായിരുന്നു പഴയ വിശ്വാസികൾ. കൊച്ചുകുഞ്ഞേശു പാടിയ പാട്ട്, ഞാൻ ഈ ഇരിക്കുന്ന ഈ മുറി ഉണ്ടല്ലോ, ഇപ്പൊ ഈ കാണുന്ന മുറി, ഇത് കൊച്ചുകുഞ്ഞേശിയുടെ ഭാര്യ ജനിച്ച് വളർന്ന വീടായത്. എന്റെ വല്യപ്പച്ചന്റെ ഓൺ സിസ്റ്ററാണ് കൊച്ചുകുഞ്ഞേശിയുടെ ഭാര്യ, സാധു കൊച്ചുകുഞ്ഞേശിയുടെ ഭാര്യ. ഈ വീട്ടിൽ, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന നിങ്ങൾ കാണുന്ന ഈ വീട്ടിൽ വളർന്നതാണ്. ഇവിടുത്തെ മോളായിരുന്നു. ആ കൊച്ചുകുഞ്ഞേശി പാടിയത് സ്വന്തം കുഞ്ഞ് മരിച്ചു കിടന്നപ്പോൾ പാടിയതെന്നറിയാമോ? ഇപ്പോൾ തന്നെ എഴുന്നേൽക്കും, ഇപ്പോൾ തന്നെ ഉയർക്കും, ഇതിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ എന്നൊന്നും അല്ല പറഞ്ഞത്. അതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം ഒരു റിയാലിറ്റിയാണ്. അത് കർത്താവ് എന്റെ കയ്യിൽ തന്നാൽ ഞാൻ വാങ്ങിക്കത്തില്ലെന്നല്ല, അങ്ങനെ തരത്തില്ലെന്നല്ല, രോഗം ഉണ്ടാവുകയില്ല. ഈയിടെ അടൂരെ പ്രോഫറ്റും വേറെ കുറച്ച് തമിഴ്നാട്ടിലെ സഹോദരങ്ങളും ഒരു കുറച്ച് പ്രോഫറ്റ്സും എല്ലാം കൂടെ തമിഴ്നാട്ടിൽ ഒരു മീറ്റിംഗ് നടത്തി. എന്നറിയാമോ? മരിക്കുകയില്ലെന്ന്. മരിക്കണോ വേണ്ട എന്ന് നീ തീരുമാനിക്കും. വിക്ടറി ഓവർ ഡെത്ത്. കാര്യം അവസാനത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അതുകൊണ്ട് നീ മരണത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നീ മരിക്കത്തില്ല. എന്തൊക്കെ ഉപദേശങ്ങളാ പഠിപ്പിക്കുന്നത്! ഓരോ പുതിയത് പറയാൻ ഓരോരുത്തർ ഇറങ്ങിക്കോളൂ. എന്തോ ചെയ്യാനാന്ന് പറയാം. എന്നിട്ടും ഈ ആളുകളൊക്കെ ഇതിന്റെ പുറകെ പോകുന്നത് വലിയ സുഖമല്ലേ? മരിക്കത്തില്ല, രോഗം ഉണ്ടാവുകയില്ല, അപകടം ഉണ്ടാവുകയില്ല. അപകടം ഉണ്ടാകത്തില്ലെന്ന് പ്രസംഗിക്കുന്ന ഒരു പാർട്ടി പണ്ടുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ചു. അദ്ദേഹം, ഞാന് അതിനകത്ത് സന്തോഷിക്കുന്നൊന്നുമില്ല. ആ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല, മരിച്ചുപോയി. പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ എത്രയോ പാവങ്ങളെയാണ് നമ്മൾ വഞ്ചിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആരും മനസ്സിലാക്കുന്നില്ല. ആ നിത്യേതര ദർശനത്തിന് വേണ്ടി ഒരുക്കുന്ന പ്രസംഗങ്ങളായിരിക്കണം ഈ കാലയളവിൽ ഇനി വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാകും, കഷ്ടങ്ങൾ ഉണ്ടാവും. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, അപ്പൊ എന്തോ ഉണ്ട്? കൂരിരുൾ താഴ്വരയുണ്ട്. കൂരിരുൾ താഴ്വര എന്നല്ല ശരിക്കും അതിന്റെ ട്രാൻസ്ലേഷൻ, മരണനിഴൽ താഴ്വരയാന്ന്. ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് വെച്ചാൽ എന്താ? മരിക്കയില്ലെന്നല്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എൻ്റെ ഒരു ബുക്കുണ്ട്, ഷാഡോ ഓഫ് ദി ഓൾ മൈറ്റി എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയ ഒരു ചെറിയൊരു ബുക്കുണ്ട്. ആ ബുക്ക്ലെറ്റിനകത്ത് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനകത്ത് എഴുതിയ ഒരു കാര്യമാണ്, ഇറ്റ് ഡസന്റ് സേ ദാറ്റ് ഐ വിൽ നോട്ട് ഡൈ, ഈവൻ ഇഫ് ഐ ഡൈ, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും യേശു എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ മരിച്ചാലും യേശു എൻ്റെ കൂടെ ഉണ്ട്. അനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ഇല്ലാതിരിക്കുന്നതാണ് അനർത്ഥം, അല്ലാതെ വേറെ ഒന്നുമില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ മരണം പോലും അനർത്ഥമല്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ ക്യാൻസർ അനർത്ഥമല്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ
മെനഞ്ചൈറ്റിസ് വന്നാലും, ക്യാൻസർ വന്നാലും, സർജറി നടത്തിയാലും, കോവിഡ് വന്നാലും യേശു കൂടെ ഉണ്ടെങ്കിൽ അത് അനർത്ഥമല്ല. ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദാറ്റ് ഈസ് മൈ ഓൺലി പ്രയർ. ആകെ എനിക്ക് യേശു മതി. യേശു ഉണ്ടെങ്കിൽ ഞാൻ ഏത് സ്ഥലത്ത് പോകാനും ഏത് അവസ്ഥയിലൂടെ കടന്നു പോകാനും എനിക്ക് സന്തോഷമാണ്. യേശു ഉണ്ടായാൽ മതി. കർത്താവിടെ കൂടെ ഉണ്ടെങ്കിൽ ഐ ആം റെഡി ടു ഈവൻ ടു ഡൈ. മരണത്തെ പോലും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ അവിടെ ആവശ്യമുള്ളത് ദൈവ സാന്നിധ്യമാണ്. ദാറ്റ്സ് വാട്ട് വി നീഡ് ഇൻ ദീസ് ഡേയ്സ്. അതുകൊണ്ട് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ 3.5 വർഷം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പോവുക. പക്ഷെ പോകുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ അനാഥരായി വിടുകയല്ല, പ്രത്യുത ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരികയാണ്. അപ്പൊ ഞാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കും. പിന്നെ ഞാൻ പോയി വീട് ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശുവിന്റെ കൂടെ ജീവിക്കുന്നവന് ഇവിടെ ജീവിച്ചാലും അവിടെ ജീവിച്ചാലും യേശുവിന്റെ സാന്നിധ്യമാണുള്ളത്. പിന്നീട് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവും പിതാവും ഒന്നാണെന്ന് തെളിയിക്കുന്നതായ കാര്യങ്ങളാണ്. 11-ാമത്തെ വാക്യം വരെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിപ്പീൻ. താഴോട്ട് വായിക്കുന്നതെല്ലാം അതാണ്. ഞാൻ സമയം കളയുന്നില്ല. എന്നാല് അവിടെ നിന്ന് പിന്നെയും നമ്മൾ വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. യു സീ ദ ഡിഫറൻസ്? മറ്റൊരു കാര്യസ്ഥൻ, അനദർ കംഫർട്ടർ, എ കൗൺസിലർ, എ സ്ട്രെങ്തനർ. മുകളിൽ പറഞ്ഞ വാക്യമായിട്ട് ബന്ധപ്പെട്ടാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പക്ഷെ കൽപ്പന കാക്കുവാൻ സ്വാഭാവികമായി മനുഷ്യരായ നമുക്ക് ശക്തിയില്ല. അതുകൊണ്ട് ആ കൽപ്പന കാക്കുവാനായി ശക്തി പകരുവാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അടിസ്ഥാനപരമായി എനിക്ക് താണെന്നറിയാമോ? കൽപ്പനകൾ കാക്കുവാൻ വേണ്ടിയാണ്. കൽപ്പന കാക്കുവാൻ എനിക്ക് ശക്തി പകരേണ്ടതിനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുള്ളാനും ചാടാനും മാത്രമൊന്നുമല്ല. ചിലപ്പോൾ തുള്ളുക ചാടുക, അത് നിങ്ങളുടെ കാര്യം, അത് നിങ്ങൾ ചാടിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ തന്നത് അടിസ്ഥാനപരമായി എന്തിനു വേണ്ടിയാണ്? കൽപ്പനകൾ കാക്കുവാൻ ശക്തി പകരേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 2 ഫൗണ്ടേഷൻസ് ആണ് ഒരു ക്രിസ്തീയ ജീവിതത്തിനുള്ളത്. 1 ഹോളി സ്ക്രിപ്ചർ, 2 ഹോളി സ്പിരിറ്റ്. ഹോളി സ്ക്രിപ്ചർ tells you what is holy life, and the Holy Spirit will help you to live that holy life. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ആത്മാർത്ഥതയുള്ള കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട് കൽപ്പനകൾ അനുസരിക്കണമെന്ന്. പക്ഷേ പലപ്പോഴും നമുക്ക് അതിനുള്ള ശക്തിയില്ല. ആസ് ഹ്യൂമൻസ് we do not have the power to obey. അപ്പോൾ ഒബീഡിയൻസിന് നമ്മളെ ശക്തീകരിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആത്യന്തികമായി നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാണ്? നിത്യതയിൽ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകാനുള്ളതാണ് എന്നുള്ളത് നമ്മൾ അറിയണം. പിതാവിന്റെ ഭവനത്തിൽ നമ്മൾ പോകുന്നതിന് നമ്മളെ പ്രാപ്തമാക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ആ സ്വർഗീയമായ ജീവിതം ഒരു യാഥാർത്ഥ്യമാക്കുക.
പക്ഷേ നമ്മുടെ ലക്ഷ്യം സ്വർഗമല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇതാ. ഇന്നിപ്പോ സ്വർഗത്തെ കുറിച്ച് ആരും പറയുന്നില്ല, സ്വർഗീയ ഭവനത്തെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമ വിശുദ്ധന്മാര് പോലും കാത്തിരുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാ? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവർ ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ അന്യരും പരദേശികളുമാണെന്നാണോ, അതോ ഇവിടെ എല്ലാം കൂടെ ഉണ്ടാക്കാനാണോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ പോരെ, എന്തിനാ ഈ വലിയ കൂടുതൽ? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ പണ്ടെന്നല്ല ഇപ്പോഴാണെങ്കിലും അവരുടെ ശമ്പളത്തിന്റെ, അവർക്ക് മറ്റേ ഇന്ത്യയിലേക്ക് പണം അയക്കാൻ, ഞാനൊരു ഉദാഹരണം പറയാം, പണം അയക്കാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പം $1000 വല്ലമേ ഇങ്ങോട്ട് അയക്കാൻ പറ്റുള്ളൂ മാക്സിമം എന്ന് വെച്ചു. ചിലപ്പം നല്ല ജോലിയുള്ള ആളുകളുടെ ഒക്കെ ശമ്പളം എന്ന് പറയുന്നത് ചിലപ്പം $5000 $10000 ഒക്കെ ഉള്ള ശമ്പളം ഉള്ളവരുണ്ട്. $5000 എന്ന് വെച്ചു, അല്ലെ $6000. അവിടെ ചെലവ് കഴിയാൻ മാക്സിമം നമ്മൾ എത്ര പരിശ്രമിക്കും? കാര്യം ഈ മിക്ക കമ്പനികളും അവർക്ക് താമസിക്കാനുള്ള വീടും വണ്ടിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ജോലിക്കാരുടെ കാര്യം ഞാൻ പറയാം, വണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ശമ്പളം $6000. ഈ $6000 അവിടെ കമ്പനി കൊടുത്താൽ, പലപ്പോഴും എനിക്കറിയാവുന്ന കമ്പനികളൊക്കെ ഉണ്ട്, ഫ്രഞ്ച് കമ്പനികളൊക്കെ. അപ്പൊ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫ്രഞ്ച് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് $10,000 ശമ്പളമുള്ള. അപ്പൊ അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് അവിടെ എത്ര ഡോളർ വേണം? വീടുണ്ട്, വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്, നിനക്ക് അവിടെ എത്ര ഡോളർ വേണം? ബാക്കിയുള്ള പണം ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇന്ത്യയിൽ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. അപ്പോ നമ്മൾ ബുദ്ധിമാനാണെങ്കിൽ എന്ത് പറയും? അവിടെ ശരിക്കും പറഞ്ഞാൽ വലിയ പണത്തിന്റെ ഒന്നും അത്യാവശ്യമില്ല. അപ്പൊ നമ്മൾ പറയും, ഒരു കാര്യം ചെയ്യും, ഒരു 10% എനിക്ക് അവിടെ തന്നേരെ, വല്ല അത്യാവശ്യം വല്ല ഉണ്ടായി കഴിഞ്ഞാൽ എടുക്കാം, ബാക്കി 90% ഇന്ത്യയിലെ അക്കൗണ്ടിൽ ഇട്ടേരെ. കാര്യം ഇവനറിയാം 2 വർഷത്തെ കോൺട്രാക്ട് കഴിയുമ്പോൾ അവന് തിരിച്ച് ഇന്ത്യയിൽ വരേണ്ടതാ. ഫ്രഞ്ച് കമ്പനിയാണല്ലോ, ഫ്രഞ്ച് കമ്പനി 2 വർഷത്തേക്ക് ഒരു കോൺട്രാക്റ്റിൽ വിട്ടതാ അങ്ങോട്ട്. അപ്പൊ അവൻ ചെയ്യുന്നതിനെന്നറിയാമോ? അവിടെ മാക്സിമം ചെലവ് ചുരുക്കാൻ എന്തോ, വീടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, പിന്നെ വലിയ പണികളൊക്കെ കാണിച്ച് കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ അവൻ അവിടെ ആകെപ്പാടെ ഒരു $500 കൂടുതൽ വേണ്ടി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് അവൻ പറയും, എനിക്ക് മാക്സിമം ഇന്ത്യത്താ, എനിക്ക് അവിടെ വലിയ അത്യാവശ്യമൊന്നും ഇല്ല. അപ്പൊ വളരെ ചെലവ് ചുരുക്കി അവിടെ ജീവിക്കും. കാര്യം എന്നറിയാമോ? 2 വർഷം കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ ഇന്ത്യ വരേണ്ടതാ, പിന്നെ ബാക്കിയുള്ള ജീവിതം ഇന്ത്യയിലാ. അപ്പൊ ബുദ്ധിയുള്ളവനാണെങ്കിൽ പറയും, എനിക്ക് അല്പസ്വല്പം കാര്യങ്ങളൊക്കെ അവിടെ മതി, ബാക്കി മുഴുവൻ ഇന്ത്യയെ തന്നേക്കാൻ പറയും. കാര്യം ഇന്ത്യയിൽ ആണ് ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നത്. എന്നാൽ ചില പാർട്ടികൾ പറയും, എനിക്ക് അങ്ങനെ ഇന്ത്യയിലൊന്നും വേണ്ട, എനിക്കുള്ളതൊക്കെ അവിടെ തന്നേച്ചാൽ മതി. അവൻ ഓരോ ദിവസം ഓരോ പെണ്ണിന്റെ കൂടെ കിടക്കണം, അവിടുത്തെ മുഴുവൻ ഹോട്ടലിൽ കയറി കള്ളു കുടിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവനാണെങ്കിൽ ഇന്ത്യയിലേക്കൊന്നും ഉണ്ടാക്കത്തില്ല, അവിടെ അടിച്ചു പൊളിച്ച് കളയും. ഇതേപോലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഭൂമിയിൽ നമുക്ക് ജീവിക്കണം, പക്ഷേ ഭൂമിയിൽ എത്ര നാളാണ് ജീവിക്കുന്നത്? പിന്നെ നമ്മൾ എങ്ങോട്ട് പോവുക? സ്വർഗത്തിലേക്ക് പോവുക. അപ്പൊ സ്വർഗീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും അവിടെ എങ്ങനെ നമുക്ക് നിക്ഷേപങ്ങൾ സ്വരൂപിക്കാൻ പറ്റും. എന്റെ കണ്ണുകൾ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ സ്വർഗത്തിലെ കാര്യങ്ങൾക്കായിരിക്കും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ധനികനായ യുവാവ്, റിച്ച് റൂളർ, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അവനെല്ലാം കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഗുരു, ഞാൻ അതെല്ലാം അനുസരിക്കുന്നുണ്ട്. യേശു അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും.
അപ്പൊ ഞാൻ പാരഫ്രൈസ് ചെയ്ത് സാധാരണ ഞാൻ ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ബേസിക്കലി എന്റെ പണി ഈ ജേർണലിസം പഠിച്ചതുകൊണ്ട് ഒത്തിരി പാരഫ്രൈസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ടോൺ അനുസരിച്ചൊക്കെ ഇങ്ങനെ വായിക്കാൻ നോക്കും. കർത്താവ് എന്തായിരിക്കും എന്നോട് പറഞ്ഞത്? കർത്താവ് നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാഹിത്യമൊന്നും വേണ്ട. ഓ, നീ എന്നെ അനുസരിക്കുന്നുള്ളൂ, നല്ല കാര്യം മക്കളെ. അവനെ നോക്കി അവനെ സ്നേഹിച്ചെന്ന കർത്താവിന് സന്തോഷമായി കേട്ടോ. കാര്യം അവൻ കൽപ്പനയൊക്കെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ മക്കളെ, നീ എന്താ എന്ന് പറഞ്ഞത്? നിത്യജീവനെ വേണമെന്നല്ലേ? അങ്ങോട്ട് പോകാനല്ലേ നീ ഇരിക്കുന്നത്? എടാ, നിന്നെ കണ്ടിട്ട് എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ വരുന്നില്ല. എന്താണെന്നറിയാമോ? ഞാൻ നോക്കിയിട്ട് നിനക്ക് സ്വർഗത്തിൽ ഒന്നും ഇല്ലല്ലോടാ. നിനക്ക് ഇവിടെ ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷെ സ്വർഗത്തിൽ എന്റെ പൊന്നു കൂട്ട നിനക്കൊന്നും ഇല്ലല്ലോ. മോനെ, നീ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ആദ്യം പോയി നിനക്കുള്ളതൊക്കെ വിറ്റിട്ട് ഈ ദരിദ്രർക്ക് ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പൊ രണ്ടും വേണം. ഉള്ളത് വിറ്റ് ദരിദ്രം കൊടുത്താൽ മാത്രം പോരാ, അവനെ അനുഗമിക്കണം. കാര്യം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ അവനെ അനുഗമിക്കണം. വിറ്റ് ദരിദ്രർക്ക് കൊടുത്താൽ മാത്രം നിത്യജീവൻ പ്രാപിക്കാൻ പറ്റിയല്ല. നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ യേശുവിനെ അനുഗമിച്ചാലേ പറ്റൂ. പക്ഷെ യേശുവിനെ അനുഗമിക്കുന്നവനും എന്ത് ചെയ്യണം? സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കണം. സ്വർഗം നോക്കി വേണം ജീവിക്കാൻ. ഞാൻ ജീവിക്കുന്നത് ഭൂമിയെ നോക്കിയല്ല, ഞാൻ ജീവിക്കുന്നത് സ്വർഗത്തേക്ക് നോക്കിയ. കാര്യം എന്റെ നാട് അതാ. ആഫ്രിക്കയിൽ ഫ്രഞ്ച് കമ്പനി ജോലിക്ക് വിടുന്നവൻ അവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു രൂപയും കയ്യിലില്ലെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ഇതേപോലെ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കുന്നത്. അവിടെ ഇപ്പം ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് 5% ഇവിടെ മതി, ബാക്കിയെല്ലാം ഇന്ത്യയെ കൊടുത്തേര്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അവിടെ ഒരു വലിയ ഒരു ട്രേഡ് ഫെയർ നടന്നു. കുറെ സാധനങ്ങളൊക്കെ അവിടെ ചെന്ന് വാങ്ങിക്കാൻ നോക്കിയപ്പോ എന്റെ ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ല. അപ്പൊ ഞാൻ അങ്ങ് കരയാണെന്ന് വെച്ചു. ഷോ, എനിക്കിത് വാങ്ങിക്കാൻ കാശില്ലല്ലോ. $8000 ശമ്പളമുള്ള എനിക്ക് ഈ $800 സാധനം വാങ്ങിക്കാൻ പോലും കാശില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയാണെന്ന് വെച്ചു. ഞാൻ കരയത്തില്ല. കാര്യം എന്നറിയാമോ? ഓ, ഇത് ഇവിടെ വാങ്ങിച്ചെന്ത് കൊടുക്കാനാ? 2 കൊല്ലം കഴിയുമ്പോൾ പോകേണ്ടതല്ലേ. എന്നാലും എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടല്ലോ, എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. ഇതുപോലെ ഞാനിത് ഉദാഹരണമാണ്. ഉദാഹരണത്തിൽ നിന്ന് ഒരിക്കലും തിയോളജി ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണമാണ് എന്നതുപോലെ ഈ ഭൂമിയിൽ എന്ത് കഷ്ടത വരുമ്പോഴും പ്രയാസം വരുമ്പോഴും എന്റെ മനസ്സിലെന്താ അറിയാമോ? ഓ, ഇത് ഇവിടെയല്ലേ, ഞാൻ അങ്ങോട്ട് പോയില്ലേ, അവിടെ എനിക്ക് തേജസ്സിന്റെ നിത്യകാലം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഇന്നിനി ആവശ്യമുള്ളത് മനുഷ്യരെ ആ തേജസ്സിനെ കുറിച്ച് ബോധ്യമുള്ളവരാക്കി വളർത്തുക എന്നുള്ളതാണ്. വിശ്വാസികളെ വരുവാനുള്ള, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ വളർത്തിയാൽ അവരുടെ ജീവിതത്തിൽ ഇവിടെ കഷ്ടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ഒക്കെ അവർ പറയും സാരമില്ല പാസ്റ്ററെ, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഓ, ഇവിടെ ഇപ്പൊ ഒരു ക്യാൻസർ ഒക്കെ വന്നു, അതും സാരമില്ല, അങ്ങോട്ട് പോകാനൊരു വാഹനം വേണമല്ലോ. നാട്ടിൽ കോവിഡ് വന്ന ചില പ്രയാസമാണ്, ആൾക്കാരൊന്നും കേറുന്നില്ല, സാരമില്ല, എന്നാലും ഇനി ഞാനങ്ങ് മരിച്ചാലും ഒന്ന് സ്വർഗത്തിൽ ചെല്ലുമല്ലോ. അവിടെ കോവിഡ് ഒന്നും ഇല്ലല്ലോ, അവിടെ ക്യാൻസർ ഇല്ല, അവിടെ കോവിഡ് ഇല്ല, അവിടെ തേജസ്സേ ഉള്ളൂ. ആ തേജസ്സിന്റെ ദർശനത്തിൽ ജീവിക്കാനാ ഇനി നമ്മൾ വിശ്വാസികളെ വളർത്തേണ്ടത്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.